പുതിയ നിയമ ശുശ്രൂഷ ദീർഘനാളുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠനമാണ് പുതിയ നിയമ ശുശ്രൂഷ, ന്യൂ കവനന്റ് മിനിസ്ട്രി. കണ്ടമാനം തെറ്റിദ്ധാരണകൾ ഈ പദത്തോടുള്ള ബന്ധത്തിൽ ആളുകളുടെ അകത്ത് വന്നിട്ടുണ്ട്. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് പ്രസംഗിച്ചാൽ അത് ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രി ആകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലുമല്ല. ന്യൂ ടെസ്റ്റ്മെന്റ്, ന്യൂ കവനന്റ് മിനിസ്ട്രി എന്ന് പറയുന്നത്, ന്യൂ കവനന്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും നാം ചിന്തിക്കുന്ന ചിന്തയല്ല എന്ന കാര്യം കൂടെ നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അതിനു വേണ്ടി കണ്ട പഠനങ്ങളുണ്ട്. ഞാനിത് വ്യവസ്ഥാപിതമായിട്ട് കൃത്യമായിട്ട് നമ്മൾ പകൽ നടന്ന ക്ലാസ്സുകളിൽ നമ്മളിത് എനിക്ക് തോന്നുന്നു ഒരു 60-70 ക്ലാസ്സുകൾ, 65 ക്ലാസ്സുകളെങ്കിലും എടുത്ത് നമ്മൾ പ്രാരംഭത്തിൽ നമ്മൾ പകൽ നടന്ന മീറ്റിങ്ങിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറച്ചു പേരെ കയ്യിലെങ്കിലും ആ നോട്ടുകൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മൾ രാത്രിയിൽ കുറച്ചു പേർ കൂടെ ഇത് വീണ്ടും കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ കിങ്ഷിപ്പിനെ കുറിച്ചും കിങ്ഡത്തെ കുറിച്ചുമുള്ള ചിന്ത വന്നപ്പോൾ സംശയങ്ങൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, നിങ്ങളിത് അടിസ്ഥാനപരമായി പഠിക്കണം. ന്യൂ കവനന്റിനെ കുറിച്ചുള്ള വെളിപ്പാട്, റെവലേഷൻ നിങ്ങളുടെ അകത്ത് കിട്ടിയാൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന കണ്ടമാനം പ്രശ്നങ്ങളുടെ പരിഹാരം അടക്കാൻ തുടങ്ങും. ഞാൻ ഒന്നുകൂടെ പറയാം. കവനന്റിനെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങളുടെ അകത്ത് പെട്ടെന്ന് കിങ്ഡത്തെ കുറിച്ചുള്ള വെളിപ്പാട് വരാൻ തുടങ്ങും. ഞാൻ പറയുന്ന വാക്ക് കേൾക്കുന്നുണ്ട്. ഉടമ്പടിയെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ ഉടൻ തന്നെ നിങ്ങളുടെ അകത്ത് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിന്റെ രാജാവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നിങ്ങളുടെ അകത്ത് ഉണ്ടാക്കാൻ തുടങ്ങും. ഈ നല്ലൊരു കൂട്ടം ആളുകൾ ഈ വക ചിന്തകളൊന്നും ഇല്ലാതെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണം, ഈ ചിന്തയിലാണ് നല്ലൊരു കൂട്ടം ആൾക്കാർ ജീവിക്കുന്നത്. പ്രാർത്ഥിക്കുക, ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്ക് ദൈവാത്മ മറുപടി അയക്കുമ്പോൾ ആ മറുപടി ജീവിതത്തിൽ പ്രാപിക്കുക. എന്നാൽ പുതിയ നിയമ ജീവിതം അതല്ല. ന്യൂ ടെസ്റ്റ്മെന്റ് ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ അനുഭവിച്ച് കർത്താവ് വരുമ്പോൾ സ്വർഗത്തിൽ പോകുന്നതല്ല ന്യൂ ടെസ്റ്റ്മെന്റ്. ന്യൂ കവനന്റ് ലൈഫ് എന്ന് പറയുന്നത്, ന്യൂ കവനന്റ് ലൈഫ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ എന്ത് ലക്ഷ്യത്തിലാണോ സൃഷ്ടിച്ചത് അത് മുഴുവൻ ഈ ഭൂമിയിൽ നിവർത്തിച്ച് ഒടുവിൽ കർത്താവിനോടുകൂടെ നാം നിത്യനിത്യ യുഗങ്ങൾ വാഴുന്നതാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ലൈഫ് എന്ന് പറയുന്നത്, ന്യൂ ടെസ്റ്റ്മെന്റ് ജീവിതം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ദൈവം ഈ ഭൂമിയിൽ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരെ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാ അത് പഠിക്കുന്നത്? ശക്തമായ ഒരു ഉണർവ് കർത്താവ് ലോകവ്യാപകമായിട്ട് അയക്കാൻ പോവുകയാണ്. യാതൊരു ഡൗട്ടും ഇല്ല. പ്രതിസന്ധികൾ വർദ്ധിക്കും, പ്രശ്നങ്ങൾ വർദ്ധിക്കും. പക്ഷെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും കർത്താവ് അയക്കുന്ന ഉണർവിന്റെ ദിനങ്ങൾ അടുത്തു വരികയാണ്. ഭയങ്കരമായൊരു മൂവ് പരിശുദ്ധാത്മാവ് ലോകവ്യാപകമായി അയച്ചിരിക്കും. നിങ്ങളെ ചിലരെ ഇതിന്റെ അഡ്മിൻ മീൻസ് കോഹോസ്റ്റുകാരാക്കി വെച്ചിട്ടുണ്ട്. അത് അവർ പിള്ളേരാണ് അവിടെ നിന്ന് ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ വരുന്നവരെ ഒന്ന് ആഡ് ചെയ്യണം. ആരും ആക്കിയിട്ടില്ലേ? വരുന്നവരെ നിങ്ങളൊന്ന് ആഡ് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ നിങ്ങളോടൊരു നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് കുറച്ച് പേരെ വീഡിയോ ഓൺ ചെയ്ത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് മറ്റുള്ളവരെ കാണാൻ. ഈ കുറേ നാളായിട്ട് സൂം ഇല്ലാത്തതുകൊണ്ടും യൂട്യൂബിൽ പ്രോഗ്രാം കാണുന്നതുകൊണ്ടും വീഡിയോ ഓൺ ചെയ്ത് കാണുക എന്നുള്ള സിസ്റ്റം അകത്തുനിന്ന് പോയെന്ന് തോന്നുന്നു. എന്തായാലും ഒരു അമ്മച്ചിയോ ഒരു അപ്പച്ചനെങ്കിലും മുമ്പിലും ഉണ്ട്. അതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷിക്കുമ്പോൾ മുഖം കണ്ട് ശുശ്രൂഷിക്കുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് പറ്റുന്നവരുണ്ടെങ്കിൽ അടുക്കളയിലോ ബാത്റൂമിലോ ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് വരുന്നത് നല്ലതാണ്. അപകടകരമായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടൊന്നും വീഡിയോകൾ ഓൺ ചെയ്തെന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത തലത്തിലേക്ക്, ഞാൻ അടുത്ത മേഖലയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇപ്പൊ ന്യൂ കവനന്റിനെ കുറിച്ച് പുതിയ ഉടമ്പടിയെ കുറിച്ച് നിങ്ങൾക്കൊരു വെളിപ്പാട് നിങ്ങളുടെ അകത്തുണ്ടായാൽ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ കണ്ടമാനം പ്രതിസന്ധികൾക്ക് പരിഹാരം വെളിപ്പെടാൻ തുടങ്ങും. അപ്പം ന്യൂ കവനന്റിനെ കുറിച്ച് ഈ ന്യൂ കവനന്റിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടൊരു കുഴപ്പമുള്ള എന്താന്ന് ചോദിച്ചാൽ, നല്ലൊരു കൂട്ടം ആളുകളുടെ അകത്ത് കൃത്യമായ ഒരു ക്രിസ്ത്യൻ ലൈഫ് ജീവിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങളുടെ അകത്ത് തന്നെ കണ്ടമാനം വ്യക്തികളോട് നിങ്ങൾക്ക് വിഷമമില്ലേ? വിഷമങ്ങള്, ഭാരങ്ങള്, പകകള്, പിണക്കങ്ങള്. നമ്മൾ പറയാം എനിക്ക് ആരോടും ഒന്നും ഇല്ലെന്ന് പറയും. പക്ഷെ വാ തുറന്നാൽ നമ്മളതേ പറയുള്ളൂ.
കാരണം നമ്മൾ യേശുവിനെ പോലെ ആയിട്ടില്ല. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പ്രത്യേകത, ന്യൂ കവനന്റിന്റെ പ്രത്യേകത, നമ്മെ യേശുവിനെ പോലെ ആക്കുന്നതാണ് ന്യൂ ടെസ്റ്റ്മെന്റ്, ന്യൂ കവനന്റ്. നമ്മെ കർത്താവിനെ പോലെ ആക്കുന്നതാണ് ന്യൂ കവനന്റ്. ന്യൂ കവനന്റ് പ്രത്യേകത അതാണ്. നമുക്ക് അവിടേക്ക് വരാം. ന്യൂ കവനെ കുറിച്ച് നിങ്ങൾ അറിയണമെങ്കിൽ ബൈബിളിനകത്ത് 5 പ്രധാനപ്പെട്ട ഉടമ്പടികളാണുള്ളത്. അത് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ സത്തിലേക്ക് വരാൻ പോവുകയാണ്. 5 ക്ലാസ്സുകളിന് മുമ്പ് രാത്രി തന്നെ നമ്മൾ എടുത്തിരുന്നു. അതിൽ 5ാമത്തെ ക്ലാസ് വാസൽ കവനന്റിൽ വന്നാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 9:30 നിർത്തിയ ശേഷം നമുക്ക് അതിലേക്ക് പോകാം. കവനന്റുകൾ ലോകവ്യാപകമായിട്ട് മനുഷ്യ സമൂഹത്തിന്റെ ഇടയിൽ നിൽക്കുന്ന കവനന്റുകൾ പ്രധാനമായത് 3 വിഭാഗത്തിലാണ്. 1 ഗ്രാൻഡ് കവനന്റ്, 2 കിൻഷിപ്പ് കവനന്റ്, 3 വാസൽ കവനന്റ്. ഇത് ഞാൻ 100 പ്രാവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അതിശക്തി കൂടാതെ തന്നെ. ഗ്രാൻഡ് കവനന്റ് ഒരു ഉയർന്ന വ്യക്തി താഴ്ന്ന വ്യക്തിയോട് ചെയ്യുന്നതാണ്. അതിനകത്ത് ഡിമാൻഡുകളില്ല. ഒരു രാജാവ് ആ രാജ്യത്തിലെ ഒരു പടയാളിയെ ആദരിക്കാൻ തീരുമാനിച്ചു. ഉയർന്നവൻ താഴ്ന്നവന് കൊടുക്കുന്ന ബഹുമതിയാണ് ഗ്രാൻഡ് കവനന്റിലൂടെ വെളിപ്പെട്ട് വരുന്നത്. എന്നാൽ കിൻഷിപ്പ് കവനന്റ് അതല്ല. കിൻഷിപ്പ് കവനന്റിന്റെ പ്രത്യേകത 2 വ്യക്തികൾ തമ്മിൽ തുല്യ പങ്കാളിത്തത്തിലേക്ക് വരുമ്പോൾ നടക്കുന്നതാണ് കിൻഷിപ്പ് കവനന്റ്. കിൻഷിപ്പ്, കിങ് അല്ല, കിൻഷിപ്പ്, KINSH, കിൻഷിപ്പ് കവനന്റ്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു സമ്പ്രദായമുണ്ട്. മലയാളികളുടെ ഇടയിൽ കുഴപ്പമുണ്ട്. ഭാര്യ ഭർത്താവിന്റെ അടിമയാണെന്നൊരു മനോഭാവം നമ്മുടെ ഇടയിലുണ്ട്. അല്ല കേട്ടോ, ബൈബിൾ പ്രകാരം 2 പേര്, 2 തുല്യ വ്യക്തികൾ തമ്മിൽ എത്തിച്ചേരുന്ന കവനന്റ് ആണ് കിൻഷിപ്പ് കവനന്റ് എന്ന് പറയുന്നത്. അതിനകത്തൊരു എഗ്രിമെന്റ് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യാം. 2 രാജ്യങ്ങൾ തമ്മിൽ, 2 വ്യക്തികൾ തമ്മിൽ, 2 സമൂഹങ്ങൾ തമ്മിൽ വരുന്ന കവനന്റ് ആണത്. എന്നാൽ 3ാമത്തെ കവനന്റ് ആണ് വാസൽ കവനന്റ്. ആ കവനന്റ് ഒരു രാജാവ് മറ്റൊരു രാജ്യത്തുള്ള രാജാവിനെതിരെ യുദ്ധം ചെയ്ത് അവിടുത്തെ പ്രജകളെ പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ അടിമകളാക്കി വെക്കും. അവരോട് ചെയ്യുന്ന കരാറാണ്, എഗ്രിമെന്റ് ആണ് വാസൽ കവനന്റ് എന്ന് പറയുന്നത്. 3 കവനന്റുകളാണുള്ളത്. ബൈബിൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല ഉടമ്പടികൾ കാണാം. ലാബാനും യാക്കോബും തമ്മിൽ നടന്ന ഉടമ്പടി, അത് ഗ്രാൻഡ് കവനന്റും അല്ല, അത് വാസൽ കവനന്റും അല്ല, അത് കിൻഷിപ്പ് കവനന്റ് ആണ്. ദാവീദ് യോനാഥാനും തമ്മിൽ നടന്ന ഉടമ്പടി, അത് കിൻഷിപ്പ് കവനന്റ് ആണ്. 2 തുല്യ വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ഉടമ്പടികൾ കിൻഷിപ്പ് കവനന്റ് ആണ്. നിങ്ങൾ 2 പേരും കൂടെ, ആരെങ്കിലും 2 പേരും കൂടെ ചേർന്ന് നീ എന്നോട് അങ്ങനെ ചെയ്ത ഞാൻ നിന്നോട് ഇങ്ങനെ ചെയ്യാം എന്ന് കൊടുക്കുന്ന വാക്കുണ്ടല്ലോ, വാക്ക്, അത് ഉടമ്പടിയായിട്ട് ചെയ്യും. പലസ്തീനിൽ അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ നാട്ടിൽ, ആ കാലഘട്ടത്തിൽ ആ രാജ്യങ്ങളിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു മൃഗത്തെ കൊണ്ടുവന്ന് മൃഗത്തെ മുറിച്ചു വെച്ച് അവന്റെ നടുവിലൂടെ അവർ നടക്കും. ആ പിളർത്തി വെച്ച മൃഗത്തിന്റെ മടിലൂടെ നടന്നു കഴിയുമ്പോൾ അത് ഉടമ്പടിയുടെ കരാറിൽ നിന്ന് ആരെങ്കിലും ഒരു വ്യക്തി മാറിയാൽ ആ മാറിയ വ്യക്തിയെ ഇതുപോലെ ആ വ്യക്തിയുടെ ദൈവം പിളർത്തണം. അതാണ് അവരുടെ അകത്തുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത്. കാഴ്ചപ്പാടല്ല, ഒരു അവരുടെ കരാറിലുള്ള ഒരു വ്യവസ്ഥയാണത്. അപ്പൊ അതുകൊണ്ട് ഉടമ്പടിയിൽ വന്ന, കരാറിൽ വന്നൊരു വ്യക്തിക്ക് മാറിപ്പോകാൻ പറ്റില്ല. മാറിയാൽ ആ മാറിയ വ്യക്തി ഇതുപോലെ കീറപ്പെടണം. ഇനി അത് മാത്രമല്ല, അവരെ എഗ്രിമെന്റ് ചെയ്ത ശേഷം, എഗ്രിമെന്റ് പറഞ്ഞ ശേഷം, ഉടമ്പടി മൃഗത്തെ പിളർത്തി വെച്ച് അതിന്റെ നടുവിലൂടെ നടന്ന ശേഷം, അവന്റെ നടുവിൽ വന്ന് നിന്ന ശേഷം അവര് ഉടമ്പടിയുടെ മീല് കഴിക്കും, ഉടമ്പടിയുടെ പാനീയം കഴിക്കും. പാനീയത്തിനകത്തേക്ക് അതൊരു വീഞ്ഞാണ്. അതിനകത്തേക്ക് 2 പേരുടെ രക്തം അവര് ഇറ്റിറ്റായിട്ട് ഒഴിച്ച ശേഷം അത് അവർ കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ഈ ഉടമ്പടിയിൽ നിന്ന് പിന്നെ മാറിപ്പോകാൻ പറ്റില്ല. ഈ പശ്ചാത്തല ചിന്ത വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് പ്രവേശിക്കാൻ, പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാനായിട്ട്. ഞാൻ കർത്തൃമേശ എടുത്തപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം കർത്താവ് അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ ഉടമ്പടിയാകുന്നു. യേശുക്രിസ്തു ന്യൂ കവനന്റ് പ്രഖ്യാപിച്ചു എന്നാണ് മരണത്തിന്റെ തലേ രാത്രിയിൽ ന്യൂ കവനന്റ് പ്രഖ്യാപിച്ചു. എന്നാൽ യേശുക്രിസ്തു ആ ഉടമ്പടിയുടെ മധ്യസ്ഥനായി ഉടമ്പടി നിവർത്തിച്ചത് കാൽവറിയിലാണ്. പുതിയ ഉടമ്പടിയുടെ, ഇതൊക്കെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അതിന് മറുപടി ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനും, അതായത് മീഡിയേറ്ററും ടെസ്റ്റേറ്ററും നിയമകർത്താവും, ഈ പദങ്ങളൊന്നും ഞാൻ അങ്ങനെ ഇനി പറയുന്നില്ല, നമ്മുടെ ആത്മീയ കോളത്തിൽ നമ്മൾ കേൾക്കുന്നില്ല.
ഞാൻ ആ പറഞ്ഞ പദങ്ങളൊന്നുകൂടെ പറയുന്നു. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനും പുതിയ നിയമത്തിന്റെ ടെസ്റ്റേറ്റർ. ഈ പദം കേൾക്കണം. പുതിയ നിയമത്തിന്റെ ടെസ്റ്റേറ്റർ, നിയമകർത്താവ്, നിയമം നിവർത്തിക്കുന്നയാൾ, ആ ആളും ഇപ്പോൾ കർത്താവാണ്. ആ രണ്ട് പദം നിങ്ങൾക്ക് കിട്ടിയോ? പുതിയ നിയമത്തിന്റെ മീഡിയേറ്ററും എക്സിക്യൂട്ടറും. ടെസ്റ്റേറ്റർ, നിയമം നിവർത്തിക്കുന്നയാൾ, നിർവഹണാധികാരി, എക്സിക്യൂട്ടർ, മീഡിയേറ്റർ നമ്മുടെ കർത്താവാണ്. നല്ലൊരു കൂട്ടം ആളുകൾക്കും ഈ ഒരു വെളിപ്പാടകത്ത് കയറിയിട്ടില്ല. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ ഉടമ്പടി ഒന്ന് വേർതിരിച്ചു. നമുക്ക് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനറിയാമോ? ഇപ്പോൾ നമ്മുടെ കർത്താവ് പുതിയ ഉടമ്പടിയുടെ ന്യൂ കവനന്റിന്റെ എക്സിക്യൂട്ടറായി നമുക്ക് വേണ്ടി ഇപ്പൊ ശുശ്രൂഷിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് അറിയണം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അവകാശങ്ങൾ നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, നിങ്ങളുടെ സമ്പത്തിന്റെ മേൽ, നിങ്ങളുടെ ബിസിനസിന്റെ മേൽ, നിങ്ങൾക്കുള്ള സകലതിന്റെ മേലും ഈ നിയമ നിർവഹണാധികാരി ചെയ്യുന്ന ശുശ്രൂഷയാലുള്ള അനുഗ്രഹം വെളിപ്പെടും. ഞാൻ ഗ്യാരണ്ടിയോടെ പറയാം, നിങ്ങൾ അനുഭവിക്കേണ്ട ദൈവിക അനുഗ്രഹങ്ങളുടെ പൂർണ്ണതകൾ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഞാനിപ്പോ പറഞ്ഞ ആരെയും കുറ്റം പറയുന്നതല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്തിനാ ഞാൻ ഈ രാത്രി ഇത്രയും സമയം എടുത്തത് ഇങ്ങനെ എന്താ പറയുക ചങ്ക് പൊളിച്ച് പറയുന്നത്? നാം എല്ലാവരും അനുഗ്രഹം അനുഭവിക്കണം. എങ്ങനെ? ഡിവൈൻ ബ്ലെസ്സിങ് അനുഭവിക്കണം. അത് ദൈവം നമ്മുടെ ഈ ഭൂമിയിൽ അനുഭവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഡിവൈൻ ബ്ലെസ്സിങ്ങുകൾ, ആത്മീക ഭൗതിക അനുഗ്രഹത്തിന്റെ ആഴങ്ങൾ അനുഭവിക്കണം. ഓക്കെ, അപ്പൊ എവിടേക്ക് നമുക്ക് വരുന്നതിനൊക്കെ മുമ്പ് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ചിത്രം അറിയണം. ദൈവം ആദ്യം മനുഷ്യരോടുള്ള ബന്ധത്തിൽ ചെയ്ത ആദ്യത്തെ ഉടമ്പടി നോഹയുടെ ഉടമ്പടിയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ, പക്ഷെ ഇതൊരു സീരീസ് ആയിട്ട് ഇന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പശ്ചാത്തലമായിട്ട് 5-10 മിനിറ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. നോഹയോട് ദൈവം ചെയ്ത ഉടമ്പടി കിൻഷിപ്പ് കവനന്റും അല്ല, വാസൽ കവനന്റും അല്ല. നോഹയോട് ദൈവം ചെയ്ത ഉടമ്പടി ഗ്രാൻഡ് കവനന്റ് ആണ്. കർത്താവ് ഒരു വില്ല് കാണിച്ചു, മഴവില്ല് കാണിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ നിന്നോട് എന്ത് ചെയ്യില്ല, ഇനി ഞാൻ എന്താ പറയുക, മനുഷ്യന്റെ പാപനിമിത്തം ഭൂമിയെ മുഴുവൻ വെള്ളത്താൽ ന്യായം വിധിക്കില്ല. എന്തെങ്കിലും ഡിമാൻഡ് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഒരു ഡിമാൻഡും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അത് ഗ്രാൻഡ് കവനന്റ് ആയത്. ഒരു ഡിമാൻഡും പറഞ്ഞിട്ടില്ല. ഡിമാൻഡുകളില്ലാത്ത ഉടമ്പടിയാണ് ഗ്രാൻഡ് കവനന്റ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഞാൻ മനസ്സിലാവുന്നുണ്ടോ? പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത, പുതിയ ഉടമ്പടി ഗ്രാൻഡ് കവനന്റ് ആണ്. ഞാൻ ചെയ്യും, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. അവിടെ നിൽക്കട്ടെ. പുതിയ ഉടമ്പടിയിലേക്ക് നമ്മൾ ഇപ്പൊ പോയാൽ എനിക്ക് അതിന്റെ അടിസ്ഥാനം ഒന്നും ഇടാൻ പറ്റുകയില്ല. അപ്പൊ നമ്മുടെ അകത്ത് കിടക്കുന്ന ചിന്ത, ദൈവം നമ്മോട് ചെയ്തിരിക്കുന്ന ഉടമ്പടി ഗ്രാൻഡ് കവനന്റ് അല്ല, കിൻഷിപ്പ് കവനന്റ് ആണ്, വാസൽ കവനന്റ് ആണ്. നമ്മളെ ആൾക്കാർ, നല്ലൊരു കൂട്ടം ആൾക്കാർ ആവർത്തന പുസ്തകം വായിക്കാറുണ്ട്. ആവർത്തന പുസ്തകത്തിനകത്ത് ദൈവത്തിന്റെ വ്യവസ്ഥ പറ്റിച്ചാൽ കിട്ടുന്ന ശാപങ്ങൾ പറയാറുണ്ട്. ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കണം. അത് ആവർത്തന പുസ്തകം വാസൽ കവനന്റ് ആണ്. ദൈവത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ച ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ ദൈവം ശാപം പറയുന്ന ഭാഗങ്ങൾ അതിനകത്തുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹവും, 15-ാം വാക്യം മുതൽ 55-ാം വാക്യം വരെ, ഞാൻ ഈ വാക്യങ്ങളുടെ എണ്ണം പറഞ്ഞ് ചിലപ്പോൾ തെറ്റാൻ കേട്ടോ, 55, 54 ആകാം, 57 ആകാം, 14 എന്ന് പറഞ്ഞ് 15 ആകാം, 16 ആകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റം വരാം. ഞാനിത് എഴുതി വെച്ചത് പറയുന്നതല്ല, എൻ്റെ ഓർമ്മയിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് കണ്ട വാക്കുകൾ പറയുന്നതാണ്, ഇപ്പൊ എഴുതി വെച്ച് പറയുന്നതല്ല ഇത്. അപ്പോ ആവർത്തന പുസ്തകത്തിൽ പറയുന്ന കരാറുകൾ അല്ലെങ്കിൽ എഗ്രിമെന്റുകൾ അത് വാസൽ കവനന്റിന്റെതാണ്. അവിടെ ശാപം പറയുന്നുണ്ട്. ഒരിക്കലും ഗ്രാൻഡ് കവനന്റിനകത്ത് ശാപം ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ശാപം വരേണ്ടി വന്നത്? ദൈവം ഇസ്രായേൽ മക്കളോട് ഗ്രാൻഡ് കവനന്റ് ചെയ്യാനായിട്ട് ഇറങ്ങി വന്നു. സീനായ് മല മുകളിൽ വന്നപ്പോൾ ഇവരകത്ത് ദൈവത്തെ കുറിച്ചിരിക്കുന്ന ചിത്രം എന്താ അറിയാമോ? ഫറവോന്റെ ഒരു ചിത്രമാണ് അകത്തിരിക്കുന്നത്. ഫറവോൻ ഇവരെ പീഡിപ്പിക്കുമായിരുന്നു, ഫറവോൻ ഇവരെ കൊല്ലുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ന്യായപ്രമാണം ലഭ്യമാകുന്നത് വരെ ഇസ്രായേൽ മക്കൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ പിറുപിറുത്തിട്ടുണ്ട്. പക്ഷെ ദൈവം അവരെ ശിക്ഷിച്ചിട്ടില്ല, ദൈവം അവരെ പീഡിപ്പിച്ചിട്ടില്ല, ദൈവം അവരെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അതുവരെ അവരെ ചെങ്കടൽ തീരത്ത് വെച്ച് പിറുപിറുത്തു, അവര് മാറയിൽ വെച്ച് പിറുപിറുത്തു, അവർ റഫദീമിൽ അതിനു മുമ്പ് ചെങ്കടലിൽ വെച്ച് മാറയുടെ തീരത്തൊക്കെ വെച്ച് പിറുപിറുത്തപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചില്ല. പക്ഷേ
അവരുടെ അകത്ത് ന്യായപ്രമാണം കിട്ടിയ ശേഷം അവർ പിറുപിറുത്തപ്പോൾ അവരുടെ ഇടയിൽ ദൈവം ശിക്ഷകൾ അയക്കാൻ തുടങ്ങി. എന്താ കാരണം? അവര് പറഞ്ഞു, ഞങ്ങൾ ഈ പ്രമാണം അനുസരിച്ച് നടന്നോളാം. 10 കൽപ്പനകളും 613 ഉപകൽപ്പനകളും ഉള്ളടക്കം ചെയ്യപ്പെട്ട ന്യായപ്രമാണം ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൈമാറി. എന്തുണ്ടായി? ന്യായപ്രമാണം ലഭിച്ച ഇസ്രായേൽ മക്കൾ ദൈവം മോശയോട് പറഞ്ഞു, ജനം മോശയോട് പറഞ്ഞു, ഞങ്ങളോട് ദൈവം സംസാരിക്കണ്ട. ഇതൊക്കെ 18, 19 അധ്യായങ്ങളിലെ കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞതാണ്. 19 അധ്യായത്തിൽ പറഞ്ഞു, ഞങ്ങളോട് ദൈവം സംസാരിക്കണ്ട. 19 20 ഞങ്ങളോട് മോശ സംസാരിച്ചാൽ മതി. തെക്കുമുണ്ടമങ്ങൾ. അപ്പൊ ഗ്രാൻഡ് കവനന്റ് ചെയ്യാൻ ഇറങ്ങി വന്ന ദൈവത്തെ അവർ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നീ പറഞ്ഞാൽ മതി, ദൈവം പറയുന്ന വാക്കുകൾ നീ പറഞ്ഞാൽ മതി, ഞങ്ങൾ അനുസരിച്ചോളാം. അവിടെയാണ് ഗ്രാൻഡ് കവനന്റ് കിങ്ഷിപ്പ് കവനന്റ് ആകുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഡൗട്ട് വരാം. നിങ്ങൾ എന്നോട് ഇത് കഴിയുമ്പോൾ ചോദിച്ചാൽ മതി, ഞാൻ അതിന്റെ വാക്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരാം. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോ സോറി ഗ്രാൻഡ് കവനന്റായി വന്നു. ഈ ഗ്രാൻഡ് കവനന്റ് കിൻഷിപ്പ് കവനന്റായി മാറി. ഈ കിൻഷിപ്പ് കവനന്റുമായിട്ട് ഒരു മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. 40 വർഷം നടന്ന് ഇവർ പരാജയപ്പെട്ടു. എന്നും പരാജയം. കാരണം ഇതൊരിക്കലും നിവർത്തിക്കാൻ പറ്റിയല്ല. അപ്പോൾ മോശയുടെ മരണത്തിന് തൊട്ടു മുമ്പാണ് കിൻഷിപ്പ് കവനന്റ് വാസൽ കവനന്റായി മാറുന്നത്. നിങ്ങൾ ആവർത്തന പുസ്തകം അവസാനത്തെ അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാം. അവിടെ 2 മലകളെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ ആ കവനന്റ് പറയുമ്പോൾ തന്നെ വാസൽ കവനന്റിനെ കുറിച്ചുള്ള നിയമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ദൈവം അവരോട് ന്യൂ കവനന്റ് പറയുന്നുണ്ട്. അവിടെ നമുക്ക് ന്യൂ കവനന്റിലേക്ക് പ്രവേശിക്കാം. എടുക്കൂ നിങ്ങൾ ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ്. 30-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കി. 6-ാം വാക്യം വായിച്ചു നോക്കി. ഞാൻ കുറെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. പക്ഷെ 5 6 വാക്യം വായിച്ചാലും മതി. നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശമാക്കും. അവൻ നിനക്ക് ഗുണം ചെയ്ത് നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കാൻ തക്കവിധം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിശോധന ചെയ്യും. കേൾക്കുമോ നിങ്ങൾ? സന്തതിയുടെയും നിന്റെയും ഹൃദയം പരിച്ഛേദന ചെയ്യും. കണ്ടോ? ഹൃദയ പരിച്ഛേദന നടക്കുന്ന ഒരു വാക്തത്വം ദൈവാത്മാവോട് പറയുകയാണ്. അപ്പൊ ഹൃദയം പരിച്ഛേദന നടന്നത് എപ്പോഴാണ്? ഹൃദയ പരിച്ഛേദന നടന്നത് ന്യൂ ടെസ്റ്റ്മെന്റിലാണ്. റോമാലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ എന്താ പറയുന്നത്? അവിടെ ശരീരത്തിലുള്ള പരിച്ഛേദനയല്ല, ആത്മാവിനാൽ ഹൃദയത്തിലുള്ള പരിച്ഛേദന. എത്ര പരിച്ഛേദന വായിച്ചിട്ടുണ്ടോ വാക്യം? റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വായിച്ചിട്ടുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്. 2-ാം അധ്യായത്തിന്റെ പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് പണ്ട് അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ചെയ്ത ഉടമ്പടിയുടെ അടയാളമായിട്ട് ജഡത്തിൽ പരിച്ഛേദന കിട്ടി. അപ്പോൾ അബ്രഹാമിനോട് ചെയ്ത ഗ്രാൻഡ് കവനന്റിന്റെ അടയാളമാണ് ജഡത്തിൽ പരിച്ഛേദന. എന്നാൽ ദൈവം ചെയ്ത പരിപാടി പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ, പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ ജഡത്തിലെ പരിച്ഛേദന എടുത്തു മാറ്റി പകരം ഹൃദയത്തിൽ പരിച്ഛേദന ചെയ്യാൻ തുടങ്ങി. അപ്പൊ ന്യൂ കവനന്റിനകത്തുള്ള പരിച്ഛേദന ശരീരത്തിലല്ല, ഹൃദയത്തിലാണ്. ഞാൻ പറഞ്ഞു, മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ആവർത്തന പുസ്തകം ഞാൻ അന്ന് പഠിപ്പിച്ചപ്പോൾ 5 ഭാഗമാക്കി തിരിച്ചിരുന്നു. ആവർത്തന പുസ്തകം മുഖവര, പഴയ ഉടമ്പടിയിലെ തകർച്ച, അതിനകത്തുള്ള നിയമങ്ങൾ, അതിനകത്തുള്ള കരാറിൽ വന്ന പ്രത്യേകതകൾ, ജയാളികൾക്കുള്ള വാക്തത്വങ്ങൾ, ഇങ്ങനെ 5 ഭാഗമായിട്ട് നമുക്ക് ആവർത്തന പുസ്തകം വിഭജിക്കാം. അപ്പം ഇതിനകത്ത് 4-ാം ഭാഗത്താണ് പുരോഹിതൻ ശാപം പറയുന്നത്. ഇത് ഗ്രാൻഡ് കവനന്റിലില്ല. ഗ്രാൻഡ് കവനന്റിൽ ശാപമില്ല, കിൻഷിപ്പ് കവനന്റിൽ ശാപമില്ല, വാസൽ കവനന്റിലാണ് ശാപം വന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇതിന്റെ മുഖവരിൽ നിന്ന് ഈ പാഠത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ പഠനം തുടങ്ങുന്നത് കൊണ്ട് ഞാൻ അതിന്റെ മുഖവരിയായിട്ട് പറഞ്ഞതാണ്. ചെറിയൊരു ചിത്രം കിട്ടിയോ? ഹലോ, ചെറിയൊരു ചിത്രം കിട്ടിയോന്ന്? അതോ വിശദീകരിച്ച് പറയണോ? ഓഡിയോ ഓൺ ചെയ്ത് പറ.
ആരും മിണ്ടുന്നില്ല. പേടിക്കണ്ട, ഞാൻ ചോദിക്കില്ല എന്താ പറഞ്ഞതെന്ന്. നിങ്ങളുടെ അകത്ത് 3 ടൈപ്പ് കവനന്റ് എന്ന് മനസ്സിലായോ? അത് മനസ്സിലായി. 5 ഉടമ്പടി ബൈബിളിൽ മനസ്സിലായോ? 5 ഉടമ്പടി: നോഹൈക, അബ്രഹാമ്യ, മോശൈക, ദാവീദ്യ, പുതിയ ഉടമ്പടി. 5 ഉടമ്പടി. ഒന്ന് നോഹൈക ഉടമ്പടി, അബ്രഹാമ്യ ഉടമ്പടി, മോശൈക ഉടമ്പടി, ദാവീദ്യ ഉടമ്പടി, ന്യൂ കവനന്റ്. ന്യൂ കവനന്റ് കർത്താവ് സ്ഥാപിച്ചതാണ്. ഇത് 5 മനസ്സിലായോ? ഇവനകത്ത് നോഹൈക ഉടമ്പടിയും അബ്രഹാമ്യ ഉടമ്പടിയും ദാവീദ്യ ഉടമ്പടിയും ഗ്രാൻഡ് കവനന്റ് ആണ്. അതിനകത്ത് നിബന്ധനകളില്ല. ദൈവം ഇങ്ങോട്ട് പറയുകയാണ്, ദൈവം ഉടമ്പടി ചെയ്യുകയാണ്. എന്നാൽ മോശയുടെ ബന്ധത്തിൽ ചെയ്ത ഉടമ്പടിക്കകത്ത് ഇത് 3 ഉണ്ട്: ഗ്രാൻഡും ഉണ്ട്, കവനന്റും ഉണ്ട്, കിൻഷിപ്പും ഉണ്ട്, വാസലും ഉണ്ട്. ഇത് 3 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്തകൾ പൊളിയാൻ പോവാണ് കേട്ടോ. നമ്മുടെ അകത്ത് കിടക്കുന്ന ഒരു ചിത്രമില്ലേ, നമ്മുടെ അകത്ത് കിടക്കുന്ന ചിന്തയില്ലേ? എല്ലാവരും എന്നെ ശ്രദ്ധിച്ചാൽ ഞാൻ പറയാം. നമ്മുടെ അകത്ത് ചിന്തയില്ലേ? ഇസ്രായേൽ മക്കൾക്ക് ഭൂമിയിൽ മെറ്റീരിയൽ അനുഗ്രഹം ഉണ്ടായിരുന്നു, അതായത് സാമ്പത്തിക അനുഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് സാമ്പത്തിക അനുഗ്രഹം അല്ല, നമുക്ക് എന്താ ഉള്ളത്? ആത്മീക അനുഗ്രഹം. നമുക്ക് എവിടെ പോകാം? മരിച്ചെവിടെ പോകാം? നിത്യത പോകാം. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ നിങ്ങള്? അയ്യോ, ഒന്നും മിണ്ടുകയല്ല. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഇസ്രായേൽ മക്കൾക്ക് എന്തുണ്ട്? അയ്യോ, എന്താ പറ്റി? നിങ്ങളുടെ മിണ്ടാട്ടമൊക്കെ പോയോ? അത് എന്നോട് പിണങ്ങിയിട്ടാണോ? ഇസ്രായേൽ മക്കൾക്ക് എന്തുണ്ട്? സാമ്പത്തിക അനുഗ്രഹം ഉണ്ട്, അവർക്ക് മെറ്റീരിയൽ ബ്ലെസ്സിംഗ് ഉണ്ട്. നമുക്ക് എന്തേ ഉള്ളൂ? ആരെ പറഞ്ഞത്? അങ്ങനൊരു വാക്യം ബൈബിളിലില്ല. ഇസ്രായേൽ മക്കൾക്ക് ഉള്ള അനുഗ്രഹത്തെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മള്. ആവർത്തന പുസ്തകം 22 അധ്യായത്തിന്റെ 1 വാക്യം മുതൽ വായിക്കുമ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക്. ഒന്ന് വായിച്ചേ, ആവർത്തന പുസ്തകം 22 അധ്യായം 1-2 വാക്യം. ആവർത്തന പുസ്തകം 22 അധ്യായത്തിന്റെ 1-2 വാക്യം വായിച്ചേ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലെ സർവ്വജാതികൾക്കും മീതെ ഉന്നതൻ ആക്കും. 1 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഹലോ, വായിച്ചിട്ടുണ്ടോ വാക്യം? മിണ്ടുന്നേ, വായിച്ചിട്ടുണ്ടോ? ഒന്ന് ഈ കയ്യോ കാലോ എന്തെങ്കിലും കാണിക്കുക എപ്പോഴെങ്കിലും. ഈ 15 വാക്യം എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ 15 വാക്യം എനിക്കുള്ള അവകാശമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. കണ്ടോ, മിമിച്ചേച്ചി അത് കറക്റ്റ് പറഞ്ഞു. കാരണം നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ ഈ പറയുന്ന അനുഗ്രഹം മൊത്തം ആർക്ക് കിട്ടും? നിങ്ങളൊന്ന് ഓഡിയോ ഒന്ന് തുറന്നു പറ. ഇത് നിങ്ങളുടെ അകത്ത് കയറണം. കാരണം ഇത് ഡൗട്ട് വരാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ ഈ പറഞ്ഞ അനുഗ്രഹം മൊത്തം നിനക്ക് കിട്ടും. ശരിയാണോ? അതെ. അപ്പൊ ഈ പറഞ്ഞ അനുഗ്രഹം നമുക്ക് കിട്ടുമോ? നിങ്ങൾക്കത് അവകാശമുണ്ടോ? നിങ്ങളുടേതാണോ ഈ അനുഗ്രഹം? അത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ മുമ്പിൽ. ഒന്ന് ഞാന്ന് പറ, അല്ലെ അല്ലെന്ന് പറ, അല്ലെ അറിയില്ലെന്ന് പറ. അപ്പൊ ഇവിടെ നോക്കെ ശ്രദ്ധിക്കുക. അതേന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ആവർത്തന പുസ്തകം 28 അധ്യായത്തിൽ പറയുന്ന അനുഗ്രഹവും ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിന്റെ പറഞ്ഞ അനുഗ്രഹവും ഒന്നല്ല, 2 അബ്രഹാമിന്റെ അനുഗ്രഹം വന്നത് വാക്തത്വത്താലാണ്. എന്നാൽ ആവർത്തനത്തിലെ അനുഗ്രഹം വാക്തത്വത്താലല്ല, അത് ന്യായപ്രമാണം അനുസരിക്കുന്നതിനാലാണ്. ഞാൻ പറഞ്ഞ തിരിയുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? മിമി ചേച്ചി, ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആവുന്നുണ്ടോ? അബ്രഹാമിന്റെ അനുഗ്രഹം വന്ന് ഗലാത്യ ലേഖനത്തിൽ വാക്യമുണ്ടോ? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശു ജാതികൾക്ക് വരണമെന്ന് ആത്മാവെന്ന വാക്തത്വം വിശ്വാസത്താൽ പ്രാപിപ്പാന്ന് വാക്യമുണ്ടോ? ഉണ്ട്. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്കുണ്ടോ? ഉണ്ട്. അപ്പൊ ആ അബ്രഹാമിന്റെ അനുഗ്രഹം ആവർത്തനം 28 പറയുന്നതാണോ, അതോ ഉൽപ്പത്തി 12 മുതൽ 22 വരെ പറയുന്നതാണോ? ഉൽപ്പത്തി പറയുന്നതാണ്. അപ്പൊ ഉൽപ്പത്തിൽ പറയുന്ന 12 മുതൽ 50 അധ്യായം വരെ, 12 അധ്യായം മുതൽ 22 അധ്യായം വരെ. ഞാൻ ഈ അധ്യായമൊക്കെ പറയുന്ന ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറഞ്ഞു പോകട്ടോ. ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറയാം, പാസ്റ്റർ പറഞ്ഞ ഒരു വാക്യം തെറ്റിയില്ലോ, അങ്ങനെ പറയുമ്പോൾ തെറ്റു എന്ന് പറ, തെറ്റിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറ. അപ്പോ ആ ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്ന 50 അനുഗ്രഹങ്ങൾ അബ്രഹാമിന്റെ അനുഗ്രഹമാണ്. പക്ഷേ പുറപ്പാട് പുസ്തകം 28 പറയുന്ന അനുഗ്രഹം എന്തല്ല?
അത് അബ്രഹാമിന്റെ അനുഗ്രഹമല്ല. അബ്രഹാമിന്റെ സന്തതിക്ക് ലഭിച്ച കവനന്റിൽ നിന്ന് അവർ വീണുപോയപ്പോൾ, ഗ്രാൻഡിൽ നിന്നും കിൻഷിപ്പിൽ നിന്നും വീണുപോയവർ വാസലിലേക്ക് വന്നപ്പോൾ, ആ ഉടമ്പടി ചെയ്താൽ, ന്യായപ്രമാണം അനുസരിച്ചാൽ, അനുസരിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹമാണത്. രണ്ട് നമ്മൾ വ്യത്യാസം മനസ്സിലായോ? അബ്രഹാമിന്റെ അനുഗ്രഹം വിശ്വാസത്താൽ കിട്ടുമ്പോൾ, ന്യായപ്രമാണത്തിന്റെ അനുഗ്രഹം ചെയ്യുന്നവനാൽ കിട്ടുന്നു. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്നിട്ട് വേണം പുറകിലേക്ക്. ഇത് അനുഗ്രഹം കിട്ടുമെന്ന് പറയാനല്ല, ഇത് അനുഗ്രഹം നിങ്ങളുടെ മേൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരും. ഇന്ന് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ എടുത്ത ക്ലാസ്സുകൾ എന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തെ ഓപ്പൺ ആക്കി. ആ ക്ലാസ്സുകൾ പഠിക്കുന്നത് വരെ ഞാൻ ജീവിതത്തിൽ വല്ലാതെ ടൈറ്റ് അനുഭവിക്കുകയായിരുന്നു. ഇന്ന് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്, എന്റെ ഫൈനാൻസ് മേഖലയെ ദൈവത്തിന്റെ വചനത്താൽ അനുഗ്രഹം അതിനെ തിരുത്തി മാറ്റി. എന്റെ കാഴ്ചപ്പാടുകൾ മാറ്റിയപ്പോൾ എന്റെ ജീവിതത്തെ അത് മാറ്റിമറിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പ്രവചനമല്ല ഇപ്പൊ പറയുന്നത്, പ്രവചനത്തെക്കാൾ വീര്യമുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് ഞാൻ പറയുന്നു. നിങ്ങളുടെ കുടുംബത്തെ അങ്ങനെ തന്നെ അബ്രഹാമിന്റെ അനുഗ്രഹത്താലും ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹത്താലും നിറയ്ക്കുവാൻ ദൈവാത്മാവ് റെഡിയാണ്. പണിയപ്പെടാൻ നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് അത് തുറന്നിടാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരാമേൻ പറയാൻ പറ്റുമെങ്കിൽ ഉറച്ചു പറഞ്ഞേരും. ഒരാമേൻ കർത്താവിന് പറയാൻ പറ്റുമെങ്കിൽ ഉറച്ചു പറഞ്ഞേരും കർത്താവിന്. ആമേൻ. ശ്രദ്ധിക്കൂ. അപ്പം ഞാൻ ഇതിന്റെ രേഖ മൊത്തം പറഞ്ഞു വന്ന, അടിസ്ഥാനം മൊത്തം പറഞ്ഞു വന്നിട്ടാണ് ബ്ലെസ്സിങ് പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അപ്പം അതുകൊണ്ടാണ് പലർക്കും ഇഷ്ടമല്ലാത്തത്. എന്നോട് 1-2 പേര് പറഞ്ഞു, പാസ്റ്റേ ഈ മെസ്സേജിന്റെ ലാസ്റ്റ് വരെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ജീവനും അനുഗ്രഹവും തുറക്കുന്നതെന്ന് ഞങ്ങൾ പഠിച്ചത് ഷാലോമി വന്നതിന് ശേഷമെന്ന് പറഞ്ഞു. ഞങ്ങൾ സാധാരണ വന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ മീറ്റിങ്ങിന്റെ ആരംഭത്തിൽ തന്നെ ഇത് കിട്ടണം, അല്ലെങ്കിൽ പകുതിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങള് പ്രസംഗം മാത്രമാണ് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പിന്നെ മനസ്സിലാകുന്നത് ഇത് വ്യത്യസ്തമാണെന്ന് മനസ്സിലാകാൻ ഇടയായിത്തീർന്നു. എന്നോട് ഒരാൾ കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ ഇത്തരത്തിൽ ഓർക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സന്ദേശം മൊത്തം കേൾക്കണം, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കും വേണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, അബ്രഹാമിന്റെ അനുഗ്രഹം പറഞ്ഞു. 2, നമ്മൾ ന്യായപ്രമാണത്തിന്റെ അനുഗ്രഹം പറഞ്ഞു. ഇനി ന്യായപ്രമാണത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടോ? ന്യായപ്രമാണം നിവർത്തിക്കുന്നവർക്ക് നിങ്ങൾക്ക് ന്യായപ്രമാണം നിവർത്തിക്കുന്നതിനാലുള്ള അനുഗ്രഹം വെളിപ്പെടുവോ? ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ പറയുന്ന വാക്യങ്ങൾ പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹം മൊത്തം ഇന്ത്യയാണ്. ഞാനിപ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രി അല്ല കേട്ടോ പറയുന്നത്, മിനിസ്ട്രിയാൽ ഉണ്ടാകുന്ന അനുഗ്രഹമാണ് ഇപ്പൊ പറയുന്നത്. മിനിസ്ട്രിയെ പുറകെ തൊടാം. ഇനി നിങ്ങൾ റോമാലേഖനം 8:3 വന്നേ, 8:3-4 വന്നേ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-4 വാക്യത്തിലേക്ക് വന്നേ. കിട്ടിയോ? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-4 വാക്യം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല ആത്മാവിനെ തന്നെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. ശ്രദ്ധിക്കണം. അപ്പൊ ന്യായപ്രമാണത്തിന്റെ നീതി ഒരു വ്യക്തിയുടെ അവയവങ്ങളിൽ വെളിപ്പെട്ടു വന്നാൽ ന്യായപ്രമാണം അനുസരിക്കുന്നതിന് അനുഗ്രഹം വെളിപ്പെട്ടു വരും. കിട്ടിയില്ലേ നിങ്ങൾക്കില്ലേ? ഇപ്പൊ നമ്മൾ വായിച്ച റോമാലേഖനം 8:4 ജഡത്തെയല്ല ആത്മാവിനെ അത്രയും അനുസരിച്ച് മടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ മൈക്ക് ഓഫ് ആണ്. ന്യായപ്രമാണത്തിന്റെ നീതി വെളിപ്പെട്ടു വരും, സ്റ്റാൻഡേർഡ് വെളിപ്പെട്ടു വരും. അപ്പൊ ആ ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡ് വെളിപ്പെട്ടാൽ ഉള്ള അനുഗ്രഹം എന്താ? ആവർത്തനം 28:1-15 വരെ. ഹലോ, കേൾക്കുന്നുണ്ടോ? റോമാലേഖനം 8-ാം അധ്യായത്തിന് 4 വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണം ജഡത്തെയല്ല ആത്മാവിനെ അത്രയും അനുസരിച്ച് മടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന് എന്ത് വെളിപ്പെടും? നിലവാരം വെളിപ്പെടും, സ്റ്റാൻഡേർഡ് വെളിപ്പെടും. ദൈവം ആവശ്യപ്പെട്ട സ്റ്റാൻഡേർഡ് നമ്മുടെ അവയവങ്ങളിൽ വെളിപ്പെടും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹലോ, സൂമ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അല്ലേ എൻ്റെ കൂടെ? അതോ കറിക്കരിയാനൊക്കെ പോയോ? ചായ കുടിക്കാനും കറിക്കരിയാനും ഒക്കെ പോയോ? കറിക്കരിയാനും ചായ കുടിക്കാനും പോയാൽ കുഴപ്പമില്ല.
ഈ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് ക്രിക്കറ്റ് കളി കാണാനും ഫുട്ബോൾ കളി കാണാനും പോകരുത്. രണ്ടും കൂടെ ഒരുമിച്ച് നടക്കരുത്. ഒരു കാര്യമില്ലേ, അത്യാവശ്യമാണ്, ജോലി കഴിഞ്ഞ് വന്നു, അല്ലെങ്കിൽ യാത്ര ചെയ്യുകയാണ്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തിരിക്കുകയാണ്, അപ്പുറത്ത് ആഗ്രഹത്തിൽ രണ്ടും കൂടെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ചില ആൾക്കാരുണ്ട് അപ്പുറത്ത് സീരിയൽ കണ്ടോണ്ടിരിക്കും, ഇപ്പുറത്ത് അന്ന പാസ്റ്റർ പ്രസംഗം കൂടെ കേൾക്കാം. ഒരു വീട്ടിൽ ഒരാൾ എന്റെ പറഞ്ഞ പാഠം, ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്ററെ, പാസ്റ്റർ വിചാരിക്കുന്നുണ്ടോ എന്റെ ഭാര്യ പാസ്റ്റർ പ്രസംഗനെ സന്തോഷത്തിൽ കേട്ടോണ്ടിരിക്കുകയാണെന്ന്? അപ്പൊ അവര് തമ്മിൽ വഴക്ക് വന്നപ്പോൾ എന്നെ പിടിച്ചതാണ്. അപ്പൊ ഈ സഹോദരി എല്ലാ മീറ്റിങ്ങിനും കയറാറുണ്ട്. അപ്പൊ ആ ബ്രദർ എന്നോട് പറയാ, പാസ്റ്ററെ, എന്റെ ഭാര്യ സഹോദരി സൂം അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ആളിവിടെ ടി വിക്കകത്ത് ആള് സിനിമ കണ്ടോണ്ടിരിക്കുക, സീരിയൽ കണ്ടോണ്ടിരിക്കുക പാസ്റ്ററെ, അതുകൊണ്ടാണ്. അന്ന് വീഡിയോ ഓൺ ചെയ്യാൻ പറ പാസ്റ്ററെ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇതുവരെ ആ വ്യക്തി ആരാന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഇനി അല്ല ഭർത്താവ് കുശുമ്പ് പറഞ്ഞതാണെങ്കിലോ, രണ്ടും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ രണ്ടും ഉണ്ടാകാം. അപ്പൊ പോട്ടെ. അപ്പൊ ഞാൻ പറയുന്ന സാരാംശം, വീഡിയോ ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിലും കേൾക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ്. എന്തിനാ? നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ദൈവത്താലുള്ള അനുഗ്രഹം വെളിപ്പെടും. നിങ്ങൾക്ക് പേടിയാകില്ലെങ്കിൽ ആവർത്തനം 28 1 വായിച്ചു നോക്കിയേ. അത് വായിച്ച സത്യം പറഞ്ഞ പേടി തോന്നും നിങ്ങൾക്ക്. ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടാൽ എന്താകൂന്നൊരു പേടി വരും. എനിക്ക് വായിക്കും പേടി വരാറില്ല കേട്ടോ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല, അയ്യോ ആരിലും ഒരാൾ വായിച്ചേ, നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ഇത് ഉന്നതനാക്കും. അപ്പൊ ദൈവത്തിന്റെ പ്രമാണവും നിന്റെ ഉയർച്ചയും തമ്മിൽ ബന്ധമുണ്ടോ? ഹലോ, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് നീ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഉയർച്ച വെളിപ്പെടുമോ? ദുഷ്ടൻ കണ്ണ് കടിച്ച് അവന്റെ കണ്ണ് ഇറുങ്ങിപ്പോയാലും ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. ഹലോ, ആരും അമ്മയൊന്നും പറയുന്നില്ല. വേണ്ട പോട്ടെ. നിന്റെ ദൈവമായ കൂടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ശ്രദ്ധിക്കും. അപ്പൊ ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്നതിന് അനുഗ്രഹം ഉണ്ടാകുമോ? പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. പേടിയായിട്ട് ആൾക്കാർ, എന്താ ഒരാൾ ലീവായി പോയല്ലോ കർത്താവേ, എന്താ പറ്റി പേടിച്ച ആള്? വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലിയുടെ പിറപ്പ് ആടുകളുടെ പിറപ്പ് സകലത്തിന് വല്ല അനുഗ്രഹം വരുന്നു. ഹലോ, ഇസ്രായേൽ മക്കളുടെ കാലഘട്ടത്തിൽ അവരുടെ ജീവിത സന്ധാരണമായിരുന്നു മൃഗസമ്പത്ത്. അവരുടെ തലമുറകളുടെ അല്ലെങ്കിൽ അവരുടെ കൃഷിഫലം, അവരുടെ മൃഗസമ്പത്ത്, മൃഗത്തിന്റെ ഗർഭഫലം, അവരുടെ തലമുറകള്, വയല്, മാവ് കുഴയ്ക്കുന്ന കൊട്ട, സകലതും എന്നാ ചെയ്താലും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നീ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലാണോ ജീവിക്കുന്നത്? സകലത്തിലും മാവ് കുഴയ്ക്കുന്ന കൊട്ടയ്ക്കകത്ത് ഒരു അനുഗ്രഹം വെളിപ്പെടുന്നു. ഹലോ, എങ്ങനെയപ്പോ നമ്മൾ മലയാളത്തിൽ എങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താ പറയാ? അരി കഴുകി നിങ്ങൾ കലത്തിലിട്ടില്ലേ, അതിനകത്ത് ഒരു അനുഗ്രഹം ഉണ്ടാവുന്നു. ഹലോ, ചില വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നാറില്ലേ? അവര് ടേസ്റ്റ് വെക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല, അവര് ദൈവത്താലുള്ള അനുഗ്രഹത്തിൽ വന്നപ്പോ പിന്നെ നമ്മൾ പറയുമ്പോൾ പറയും നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന്. അവർക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്. ഈ നല്ലൊരു കൂട്ടം ആൾക്കാർ ഞാൻ ടേസ്റ്റ് കൂടാന്ന് പറഞ്ഞ് ചില വീടുകളിൽ ചിലപ്പോൾ ടേസ്റ്റ് കൂടാൻ തോന്നിയിട്ടുണ്ട്. പറയുമ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റർ അറിയില്ല, പാസ്റ്റർ പ്രാർത്ഥിച്ച് ഇട്ടതാ പാസ്റ്റർ എന്നോട് പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ ഇത്ര ടേസ്റ്റ് എനിക്ക് ടേസ്റ്റ് വെക്കാൻ അറിയില്ല പാസ്റ്റർ. ഞാൻ അപ്പം പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് കൂടെ വെളിപ്പെടുത്തി പറഞ്ഞേ. ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു വിടുകയാണ്, അത് പറയാൻ അല്ല ഞാൻ വന്നത്. 7 വാക്യം, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോക്കുമാറാക്കും, അവൾ ഒരു വഴിയായി നിന്റെ വരെ വരും. 7 വഴി. കണ്ടോ, വഴി 7 കൂടെ പുതിയതുണ്ടാകും. നിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായാൽ ശത്രു എത്ര വഴിയായിട്ട് വരും? മിണ്ടുന്നില്ല. ശത്രു എത്ര വഴിയായിട്ട് വരും? ഒരു വഴി. തിരിച്ചു ഓടുന്ന എത്ര വഴിയാ? അപ്പൊ നമ്മുടെ മുമ്പിൽ എത്ര വഴിയായി? നമ്മുടെ മുമ്പിൽ എത്ര വഴിയായി? ശത്രു നമുക്കെതിരെ വന്നത് എത്ര വഴിയായിട്ടാ? നിങ്ങളുടെ വീഡിയോ ഓഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ലേ? ഒരു വഴിയായിട്ട് വന്നു. തിരിച്ച് ശത്രു, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടെങ്കിൽ ഇവൻ വന്നു കഴിഞ്ഞ് അടുത്ത് വരുമ്പോൾ തൊട്ടടുത്ത് എത്തുന്നവർ എത്ര വഴിയായിട്ട് വരും? അവൻ ഒരു വഴിയായിട്ട് വരും. തിരിച്ചു ഓടുന്നവ 7 വഴിയായിട്ട് തിരിഞ്ഞോടും. അപ്പൊ നമ്മുടെ മുമ്പിൽ എത്ര വഴിയായി? 8 8 വഴി. ഈ വന്ന വഴിക്കല്ല ഓടുന്നെങ്കിൽ 7 വഴിയാണ്. 7 + 1 8 വഴി നിന്റെ മുമ്പിൽ ഓപ്പണായി. ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ വന്നാൽ നീ പിന്നെ ശത്രുവിനെ നീ കണ്ടു പേടിക്കില്ല. ഒരു അമ്മയും പറയാനൊക്കെ പറ്റുമെങ്കിൽ പറഞ്ഞു കേട്ടോ. അവിടെ എന്താ ഉണ്ടാകുന്നത്? അപ്പൊ നീ ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്നവനാണോ? നീ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ, ഈ ചില ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്. ഇവിടെ നിങ്ങൾ ഈ പുതിയ നിയമത്തിന്റെ പഠനം വളരെ ഗൗരവമുണ്ട് കേട്ടോ. യേശു ക്രിസ്തു ന്യായപ്രമാണം മുഴുവൻ ക്രൂശിൽ നിവർത്തിച്ചതിനാൽ
അത് വിശ്വസിക്കുന്നതിനാൽ നമ്മൾ നീതീകരിക്കപ്പെട്ടാൽ ഇനി എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ലെന്ന് പറയുന്ന കൃപക്കാരുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ പിന്നെ തിരുത്തി പറഞ്ഞു. ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്. ആ പ്രസംഗകന്റെ മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചിട്ടുണ്ട്, ബ്രദർ ഇന്ന സ്ഥലത്ത് പറഞ്ഞ് ഇങ്ങനെയല്ലേ, ഇന്ന സ്ഥലത്ത് പറഞ്ഞ് ഇങ്ങനെയല്ലേ, രണ്ട് തെറ്റിയില്ലേ? അപ്പൊ പറഞ്ഞു, പാസ്റ്റേ അന്ന് എനിക്ക് അത്ര വെളിപ്പാടുണ്ടായിരുന്നില്ല. യേശുക്രിസ്തു കാൽവറിയിൽ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ച് നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് നമ്മിൽ ന്യായപ്രമാണത്തിന്റെ സ്റ്റാൻഡേർഡ് വരണ്ടെന്ന് വാക്യമില്ല. ഈ സ്റ്റാൻഡേർഡ് നമ്മിൽ വെളിപ്പെട്ട് വരും. എങ്ങനെ? ആത്മാവിനാൽ, ജീവനാൽ നാം യേശുവിനെ പോലെയാണ്. അപ്പോഴാണ് നമ്മിൽ ഈ അനുഗ്രഹം ഓപ്പൺ ആകുന്നത്. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിന്മേൽ ഇങ്ങനെ അനുഗ്രഹം ഓപ്പൺ ആകും. അപ്പൊ അതിനു വേണ്ടി കർത്താവ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാമോ? അവൻ നമ്മളെ അവന്റെ രക്തത്താൽ, അവന്റെ ജീവനാൽ അവൻ നമ്മെ ശുദ്ധീകരിക്കുകയാണ്. അവൻ നമ്മെ ക്ലെൻസ് ചെയ്യുകയാണ്. അവന്റെ രക്തത്താൽ അവൻ നമ്മെ ശുദ്ധീകരിച്ചു. അവന്റെ വചനത്താൽ അവൻ നമ്മെ ശുദ്ധീകരിച്ചു. അവന്റെ നാമത്താൽ അവൻ നമ്മെ ശുദ്ധീകരിച്ചു. ഈ 3 ശുദ്ധീകരണം നടന്നാലും നിങ്ങൾക്ക് ആൾക്കാരോട് അസൂയ തോന്നാം, നിങ്ങൾക്ക് ആൾക്കാരോട് കുശുമ്പ് തോന്നാം. പ്രത്യേകിച്ച് നിങ്ങളൊരു ചർച്ചിലെ ആൾ വളരുന്നെങ്കിൽ 3-4 പേര് ഒരേപോലെ സഹോദരിമാരെ, ഇപ്പൊ ഒരു ചർച്ചിനകത്ത് 2-3 പേര് ആരും എടുക്കണ്ട, പിന്നെ പുലിവാലായി മാറും. അത് 2-3 പേര് ഒരുപോലെ ഒരു ചർച്ചിനകത്ത് കൂട്ടുകാരികളായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരാള് പെട്ടെന്ന് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയ മറ്റേ ആളുടെ അകത്ത് എന്താ വരിക? ഒന്നും ഉണ്ടാവില്ല. എന്നാ പിന്നെ നിങ്ങളുടെ ചർച്ച് സ്വർഗമായിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആ ചർച്ച സ്വർഗമായി. അപ്പൊ അങ്ങനെയുള്ള ചർച്ചാണ് ഗ്ലോറിയസ് സഭയാകുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് യൗവനക്കാര് തമ്മിൽ ഒരു ചർച്ചിനകത്ത് പല ചെറുപ്പക്കാർ ഒരുമിച്ച് എഴുന്നേറ്റ് വരിക. അപ്പൊ അവനകത്ത് ഒരാളെ ദൈവം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു വരം കിട്ടുന്നു, അടുത്തയാൾക്ക് വരം ഉണ്ടാകുന്നില്ല. അപ്പൊ ആ വരം ഉണ്ടാകാത്ത ആൾക്ക് ഉണ്ടായ ആളെ കുറിച്ച് എന്ത് വരിക? നിങ്ങളാരും എന്റെ കൂടെ ഇല്ല. ഇവിടെയാണ് അവന്റെ ജീവനാലുള്ള സാന്റിഫിക്കേഷൻ വരുന്നത്. കർത്താവിന്റെ ജീവന്റെ പ്രത്യേകത ശത്രുവിനെ പോലെ സ്നേഹിക്കുന്നതാണ്. നിങ്ങളുടെ അകത്തുള്ള മനോഭാവം അറിയണമെങ്കിൽ നിങ്ങളോട് കുറച്ചേരം സംസാരിച്ചാൽ മതി. നിങ്ങൾ ഫോൺ വിളിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവര് പറയും നിങ്ങളുടെ അകത്തുള്ള മനസ്സിന്റെ വളർച്ച എന്താന്ന്. നിങ്ങളുടെ അകത്ത് എല്ലാവരും ഓടും ദൈവസ്നേഹമാണോ? എല്ലാവരും വളരുന്നു കാണാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? എല്ലാവരും അകത്ത് അവർ ദൈവത്താൽ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുന്നില്ല, മറ്റൊരു വ്യക്തികളെ കർത്താവ് ശക്തിയോടെ പ്രയോജനപ്പെടുത്തുന്നു. ഭയങ്കരമായ അവർ പ്രൊഫറ്റിക് മേൽ ഉപയോഗപ്പെടുന്നു. ഭയങ്കരമായ ഫൈനാൻഷ്യൽ ഡെലിവറൻസ് അവർക്കുണ്ടാകുന്നു. നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്ന, നിങ്ങളുടെ കൂടെ ശുശ്രൂഷിക്കുന്ന ഒരാൾ ഭയങ്കരമായിട്ട് വളരുന്നു. നിങ്ങളുടെ തൊട്ടപ്പുറത്ത് ഇന്നലെ തുടങ്ങിയ ചർച്ച നാളെ ഒറ്റ മാസം കൊണ്ട് അവനകത്ത് 1000 മെമ്പർമാരാകുന്നു. നിങ്ങളുടെ ചർച്ചിന് വളർച്ച ഉണ്ടാകുന്നില്ല. അപ്പൊ ഇങ്ങനെ നമുക്കില്ലാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? അവിടെയാണ് നമ്മുടെ അകത്ത് അവന്റെ ജീവനാലുള്ള ശുദ്ധീകരണം നടക്കുന്നത്. ഇത് നിങ്ങളുടെ അകത്തുണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഗ്യാരണ്ടിയിലേക്ക് വരണം, നിങ്ങളൊരു ഉറപ്പിലേക്ക് വരണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണ്. എന്റെ ദൈവത്തിന്റെ അറിവില്ലാതെ ഒന്നും നടക്കുന്നില്ല. മറ്റുള്ളവർ വളർന്നു കാണുമ്പോൾ സന്തോഷിക്കണം. നിങ്ങളെക്കുറിച്ച് തിന്മയായി അവർ സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചു തുള്ളണം. എന്തുണ്ടാകുന്ന അറിയാമോ? നിങ്ങളുടെ മേൽ ദൈവിക അനുഗ്രഹം തുറക്കാൻ പോവുകയാണ്. കേൾക്കുന്നുണ്ടോ? അവർ പൗലോസ് പറയുകയാണ്, ജഡത്താൽ 4 വാക്യം, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് മടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ എന്തുകൊണ്ട്? ഞാൻ ഒരു സിസ്റ്റർ കണ്ട കാഴ്ച, സിസ്റ്റർ മീറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സിസ്റ്റർ കാണുകയാണ്, ഒരു കൂട്ടം ജനം ഇരിക്കുന്നു. ആ ജനത്തിന്റെ അകത്തേക്ക് ദൈവാത്മാവ് താക്കോലുകൾ കൊടുക്കുകയാണ്. പക്ഷെ അവർക്കത് അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുന്നില്ല, ഡെലിവറൻസുകൾ അനുഭവിക്കാൻ പറ്റുന്നില്ല, വിടുതലുകൾ അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുറ്റം ആരെയാ പറയുന്നത്? കുറ്റം പറയുന്നത് ദൈവത്തെയാണ്. എന്താ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സിന്റെയാണ്. ഇവിടെയാണ് അവൻ നമ്മുടെ അകത്തേക്ക് അവന്റെ വചനം പകരുന്നത്. അവന് നിങ്ങളോട് ഞാൻ ഉറപ്പോടെ പറയാം, നിങ്ങൾ കേൾക്കേണ്ടത് പ്രവചനം. ദൈവശക്തിയോട് ഉപയോഗിക്കുന്ന പ്രവാചകന്മാരൊക്കെ നമ്മുടെ നടുവിൽ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങളെ യേശുവിനെ പോലെ ആക്കാൻ പ്രവചനത്തിന് പറ്റില്ല. ഹലോ, നിങ്ങളെ ഉറപ്പിക്കാൻ പ്രവചനത്തിന് പറ്റും. നിങ്ങളുടെ മുമ്പിൽ വഴികൾ തുറക്കാൻ പ്രവചനത്തിന് പറ്റും. നിങ്ങളെ ഒന്നുകൂടെ ബലപ്പെടുത്താൻ പ്രവചനത്തിന് പറ്റും. നിങ്ങളുടെ മുമ്പിൽ ഹൃദയ രഹസ്യങ്ങളെ തുറക്കാൻ പ്രവചനത്തിന് പറ്റും. ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പ്ലാനുകൾ തുറമെടുക്കുവാൻ പ്രവചനത്തിന് പറ്റും. പക്ഷേ നിങ്ങളെ യേശുവിനെ പോലെ ആക്കണമെങ്കിൽ, നിങ്ങളെ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങൾ കേട്ടേ പറ്റൂ. വചനം കേൾക്കുമ്പോൾ നിങ്ങളിലേക്ക് പകരം ഒരു ആത്മാവുണ്ട്. വിശ്വാസത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തേക്ക് പകരും. ഒന്ന് വായിച്ചു നോക്കിയേ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ
4 5 വാക്യം വായിച്ചു നോക്കി. 4 5 വാക്യം. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിന് ലഭിച്ചത് നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് 5-ാം വാക്യം. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആത്മാവിനെ കിട്ടിയവ ന്യായപ്രമാണം പഠിച്ചപ്പോഴാണോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടപ്പോഴാണോ? നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പൊ വിശ്വാസത്തിന്റെ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ആത്മാവിനെ അവൻ പകരും. നിങ്ങൾ നോക്കിയേ, അബ്രഹാം എപ്പോഴാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ എപ്പോഴാണ് ദൈവം അബ്രഹാമിനോട്, എന്തുണ്ടായപ്പോഴാണ് ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തതെന്ന്? എനിക്കൊരു മിനിറ്റ് റെസ്റ്റ് കിട്ടട്ടെ. എന്ത് ഉണ്ടായപ്പോഴാണ്, എന്ത് സംസാരം വന്നപ്പോഴാണ്, എന്ത് സംഭവിച്ചപ്പോഴാണ് ദൈവം ഉടമ്പടി ചെയ്യാൻ ഇറങ്ങി വന്നതെന്ന് ഇതിനകത്ത് ആർക്ക് പറയാം? മെച്ചമുണ്ട്, സൂമിനകത്തായതുകൊണ്ട് സമ്മാനം തരാന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട കാര്യമില്ല. എന്തുണ്ടായപ്പോഴാണ് ദൈവം ഉടമ്പടി ചെയ്തത് അബ്രഹാമിനോട്? എന്താണ് ഉടമ്പടിക്ക് തൊട്ടുമുമ്പ് നടന്നത്? എന്താ നടന്നത്? കർത്താവേ, ഏത് അധ്യായത്തിൽ ഉടമ്പടി നടന്നേ? അബ്രഹാമിന്റെ ഏത് ഉടമ്പടി? നിങ്ങൾ ഈ അരണയുടെ ഉൽപ്പത്തി 15-ലാണ്. ഉൽപ്പത്തി 15-ലാണ്. എപ്പോഴാ ഉൽപ്പത്തി 15 എന്ത് പറഞ്ഞപ്പോഴാ ഉടമ്പടി ചെയ്ത ദൈവം? തലമുറയില്ലെന്ന് പറഞ്ഞ കർത്താവേ, അപ്പൊ ഞാൻ ഈ ഉടമ്പടി ഒക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെന്ന് ചിന്തിച്ചിട്ട് അറിയാന്നുള്ള ചിന്തയില് ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ഓടിച്ചു വിട്ടു. ഇത് ഓരോന്നോരോന്ന് പിടിക്കണോ? ഇനി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തില് യഹോവയാം ദൈവം ഇറങ്ങി വന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആരെ തരും എന്ന് പറഞ്ഞു? സന്തതിയെ തരുമെന്ന് പറഞ്ഞു. അപ്പൊ അബ്രഹാം എന്ത് പറഞ്ഞു? അല്ല, ആദ്യം നിനക്ക് സന്തതി തരാന്ന് പറഞ്ഞപ്പോ അബ്രഹാം പറഞ്ഞു, എനിക്ക് എലിയാസർ മതി എന്ന് പറഞ്ഞു. പിന്നെ തമ്പുരാൻ പറഞ്ഞു, ആകാശത്തിൽ പുറത്തു കൊണ്ട് നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് പിന്നെ സന്തതി തരാന്ന് പറഞ്ഞപ്പോ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം 6-ാം വാക്യം 15-6. അവൻ യഹോവയിൽ വിശ്വസിച്ചു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ തരാമെന്ന് പറഞ്ഞപ്പോ അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. കേൾക്കുന്നുണ്ടോ? അപ്പൊ മക്കളെ തരാമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? ഇത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. മക്കളെ തരാമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? അപ്പൊ പിന്നെ എന്തിനാ ഉടമ്പടി ചെയ്ത്? എന്തിനാ? ഇനിയെങ്കിലും ഓർമ്മ വരുമോ നോക്കട്ടെ. ആരെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് പറ. എന്തിനാണ് അപ്പൊ ഉടമ്പടി ചെയ്തേ? വിശ്വസിച്ച ആളോട്. കർത്താവിന്റെ കൃപ. എന്തിനാ അപ്പൊ ഉടമ്പടി ചെയ്തേ? അബ്രഹാം വിശ്വസിച്ചു, മക്കളെ തരാന്ന് പറഞ്ഞ് വിശ്വസിച്ചു. അപ്പൊ ഇനി അത് ആദ്യം തൊട്ട് എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഞാനിത് എപ്പോ ഉടമ്പടി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ മക്കളുടെ കാര്യം പറഞ്ഞപ്പോ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവൻ എന്തായി കണക്കിട്ടു? നീതിയായി കണക്കിട്ടു. പക്ഷേ 7-ാം വാക്യം, പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? തരാൻ പോകുന്നു. ഇതാണ് ചാവി. മക്കളെ തരാമെന്ന് പറഞ്ഞപ്പോൾ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ മക്കളെ തരാന്ന് പറഞ്ഞപ്പോ പുള്ളി എണ്ണിയൊന്നും എനിക്കറിയില്ല. നക്ഷത്രങ്ങളെ പോലെ മക്കളെ തരാന്ന് പറഞ്ഞപ്പോ അബ്രഹാം ചെയ്തു? ദൈവത്തെ വിശ്വസിച്ചു. പക്ഷെ ദേശം തരാമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ചെയ്തില്ല. അപ്പോഴാ ചോദിക്കുന്നത്, കർത്താവേ, ഞാൻ അവനെ അവകാശമാക്കുമെന്നുള്ളത് എങ്ങനെ അറിയാം? അപ്പൊ എന്ത് പറഞ്ഞപ്പോഴാണ് ചോദിച്ചത്? എന്ത് പറഞ്ഞപ്പോഴാണ് അബ്രഹാമിന് അവിശ്വാസം വന്നത്? ദേശം അവകാശമായി തരാമെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മക്കളെയോ ഭർത്താവിനെയോ കർത്താവ് പറയുകയാണ്, ഞാൻ അടുത്ത ആഴ്ച ഞാൻ അവരെ വിശ്വാസത്തിലേക്ക് നടത്താൻ പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിശ്വാസം വരും, ഇല്ലേ? കർത്താവ് നേരിട്ട് പറഞ്ഞാൽ. പക്ഷെ ഒരു ദേശം മൊത്തം തരാൻ പോവാന്ന് പറഞ്ഞാൽ, ഉണർവുണ്ടാകാൻ പോകുന്നല്ല പറഞ്ഞേ. ഈ ദേശം മൊത്തം നിനക്ക് എന്തായി തരാൻ പോവാണ്? ഉണർവും അവകാശവും രണ്ടാണ്.
സന്തതിയോ ഇല്ല. ആ കുടുംബത്തിലേക്ക് നോക്കി പറയാണ്, നിന്റെ സന്തതിക്ക് ഞാൻ എന്ത് ചെയ്യും, ഈ ദേശം നിനക്ക് അവകാശമായി തരും. അപ്പ അബ്രഹാം പറഞ്ഞു ഇതെന്തോന്നിനാൽ അവിശ്വാസമുള്ള അവസ്ഥയിലാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായോ? 7-ാം വാക്യപ്രകാരം അബ്രഹാം ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണോ അവിശ്വസിക്കുന്നവനാണോ? ഇപ്പൊ അവിശ്വസിക്കുന്നുണ്ട്. 8-ാം വാക്യത്തിൽ കേട്ട വാഗ്ദത്തങ്ങൾ നിമിത്തം ഇപ്പോൾ അബ്രഹാം ദൈവത്തിൽ അവിശ്വസിക്കുന്നവനാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ 7-ാം വാക്യം വരെ അബ്രഹാം വിശ്വസിക്കുന്നവനാണ്. 6-ാം വാക്യം വരെ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ, കർത്താവിനെ കണ്ടെത്തി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ, നിങ്ങളുടെ രോഗം, നിങ്ങളുടെ ജോലി കാര്യം, ഇങ്ങനെയല്ലേ നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാർ കർത്താവിനെ കണ്ടെത്തിയത്? നിങ്ങളുടെ ഏതെങ്കിലും അവസ്ഥയിൽ ദൈവം പ്രവർത്തിച്ച പ്രവർത്തിയാലല്ലേ നിങ്ങൾ യേശുവിലേക്ക് വന്നത്? ആദ്യം ദൈവം പറഞ്ഞ കാര്യം വിശ്വസിച്ചു, അത് നടന്നു. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളോട് ദൈവം പറഞ്ഞ ഹയർ ലെവലുകൾ നടക്കുന്നില്ല? എത്രയോ വലിയ വലിയ വാക്തത്വങ്ങൾ ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട് അത് നടക്കും, എങ്ങനെ അത് നടക്കും? നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നിങ്ങൾക്ക് ഉടമ്പടിയുടെ വെളിപ്പാട് തുറന്നു വരാൻ തുടങ്ങും. ദൈവം അബ്രഹാമിന്റെ മുമ്പിൽ ഉടമ്പടിയുമായിട്ട് ഇറങ്ങി വന്നു. നമ്മൾ സംശയം ചോദിക്കുന്നതൊക്കെ മുമ്പ് തന്നെ ദൈവം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഉടമ്പടിയുടെ മക്കളാണ്. അതുകൊണ്ട് ഉടമ്പടിയുടെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങളുടെ വിശ്വാസം ഹയർ തലത്തിലേക്ക് പോകും. ഒരാമയം പറയാമെങ്കിൽ പറഞ്ഞ കർത്താവിന്, ഉടമ്പടി എന്താണ് എന്നുള്ള വെളിപ്പാട് വന്നാൽ നിങ്ങളുടെ ഫെയ്ത്ത് ശക്തിയോടെ വളരാൻ തുടങ്ങും. ഹലോ, ഇപ്പൊ ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ഉടമ്പടിയുടെ വെളിപ്പാട് വരുന്നത് വരെ, അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുന്നത് വരെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് അബ്രഹാം വിശ്വസിക്കുന്നത്. മക്കളെ തരുമോ? ശരി. ഭാര്യയുടെ മേൽ പ്രവർത്തിച്ചാൽ, അതായത് സാറാമ്മച്ചിക്ക് പുത്രോത്പാദനത്തിനുള്ള ശക്തി ഉണ്ടായാൽ എന്റെ വീട്ടിൽ മക്കളുണ്ടാവും. അപ്പൊ സാറയെ ദൈവം തൊട്ടാൽ മതി. ദൈവം കണ്ടിട്ടുണ്ട്, അബ്രഹാം കണ്ടിട്ടുണ്ട് തൊടുന്നത്, വ്യക്തികളെ ദൈവം തൊടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ദൈവം തൊട്ടാൽ, സാറയെ തൊട്ടാൽ മക്കളെ കിട്ടും. ഉണ്ടോ? നമ്മളും പറയാറില്ലേ ആ കാര്യം ദൈവം ഒന്ന് ഏട്ടപ്പെട്ട മടക്കും. പക്ഷെ നമ്മൾ പറയാറില്ലേ അത് ദൈവം തലകുത്തി നിന്നാൽ മടക്കുകയല്ല. നമ്മൾ അങ്ങനെ പറയാൻ ഈ മറ്റേ അകമ്പടി മായകം പറഞ്ഞില്ല, ആകാശത്തിലെ കിളിവാതിൽ തുറന്നാൽ ഈ കാര്യം എന്ത് ചെയ്യില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന് നിങ്ങളുടെ ഭാവിയുള്ള ബന്ധത്തില്, നിങ്ങളുടെ തലമുറയുള്ള ബന്ധത്തില്, നിങ്ങളുടെ കുടുംബജീവിതത്തുള്ള ബന്ധത്തില്, നിങ്ങളുടെ സഭയുള്ള ബന്ധത്തില്, നിങ്ങളുടെ ദേശത്തുള്ള ബന്ധത്തില് ദൈവത്തിന് ചെയ്യാൻ അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിനാമേൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്നത് ഉടമ്പടിയുടെ വെളിപ്പാടാണ്. ഉടമ്പടിയുടെ വെളിപ്പാട്, ഉടമ്പടി ദൈവം അബ്രഹാമിനോട് ചെയ്തു കഴിഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഉടമ്പടി കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഫെയ്ത്ത് ഹയർ ലെവലിലേക്ക് പോയോ, താന്നു പോയോ? ഹയർ ലെവലിലേക്ക് പോയി. അപ്പോൾ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്ത ഉടമ്പടിയുടെ ശേഷം അബ്രഹാമിന്റെ ഫെയ്ത്ത് വളർന്നെങ്കിൽ, നിങ്ങളുടെ അകത്ത് ഉടമ്പടിയുടെ വെളിപ്പാട് വന്നാൽ നിങ്ങളുടെ വിശ്വാസം വളരുമോ? മിണ്ടുന്നില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്റ്റേജ് അറിയാൻ എന്ത് ചെയ്താൽ മതി? കുറച്ചു നേരം നിങ്ങളോട് സംസാരിച്ചാൽ മതി. സകല പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ വായിൽ വരുന്ന വാക്കുകൾ അത് സ്വിച്ചിടുമ്പോൾ പുറത്തു വരുന്ന വെള്ളമല്ല, നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് വരുന്നതാണ്. ചിന്തയ്ക്കകത്ത് എവിടെ നിന്ന് വരുന്നത്? അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിനകത്ത് നിങ്ങൾ ഉള്ളടക്കം ചെയ്തു വച്ചിരിക്കുന്ന, സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന അറിവിൽ നിന്നാണ് നിങ്ങൾ ആ വിശ്വാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ കേട്ടിട്ടുണ്ടോ? നിങ്ങള് ചാവാൻ കിടക്കുകയാണെങ്കിലും ഒരു വാക്ക് നിരാശ പറയില്ല. എന്നോട്, ഞാൻ സൗണ്ട് കൂടി പോകുന്നുണ്ടല്ലേ, എന്നോട് കേതോസ് പാസ്റ്റർ വന്നൊരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു സഹോദരി അരക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുകയാണ്. ആ സഹോദരി ഒരു കുന്നിന്റെ മുകളിലാണ് താമസിക്കുന്നത്. ആ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞിട്ട്, ആ ചർച്ചിൽ മീറ്റിങ്ങിന് പോയപ്പോൾ ചർച്ചിലെ പാസ്റ്റർ ഇങ്ങനെ ഞങ്ങളുടെ സഹോദരി തളർന്നു കിടക്കുന്നുണ്ട്, നമുക്ക് ഒന്ന് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ചെന്നപ്പം
കുന്നിന്റെ താഴെ നിന്ന് തന്നെ ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ആരാധനയും കേൾക്കുന്നു. അങ്ങനെ അപ്പൊ ആരിലും വന്ന ആൾക്കാർ പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു സൗകര്യക്ക് വേണ്ടി. അങ്ങനെ ഇവർ കുന്നു കയറി മോളിൽ ചെന്നു. മോളിൽ ചെന്നപ്പോൾ ഒരു 5-6 ചെരുപ്പ് കിടക്കുന്നുണ്ട്, 6 ജോഡി ചെരുപ്പ് കിടക്കുന്നുണ്ട് പുറത്ത്. അപ്പൊ ഇവര് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പുറത്തു നിന്ന് പ്രാർത്ഥന ഇവർ അകത്തേക്ക് കയറി ചെന്നു. 6 പേര് ചുറ്റും നിൽക്കുക ഈ സഹോദരിയുടെ. ഉടൻ തന്നെ സഹോദരി പറഞ്ഞു, പാസ്റ്ററെ ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, ഇവരെന്നെ കാണാൻ വേണ്ടി വന്നവാ. ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു, അവർ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു. പാസ്റ്റർ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഹലോ, പാസ്റ്റർ ആരെ ആശ്വസിക്കാൻ പോയതാ? പാസ്റ്റർ കെ തോമസ് പാസ്റ്ററും കൂട്ടി ആരെ ആശ്വസിക്കാൻ പോയതാ? തളർന്നു കിടക്കുന്ന സഹോദരി ആശ്വസിക്കാൻ പോയത്. ആ സഹോദരി അവിടെ കിടന്നുകൊണ്ട് 6 പേരെ രക്ഷയിലേക്ക് നയിച്ചേക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘടകവും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കാത്ത തലത്തിലേക്ക് നിങ്ങൾ വളർത്തുന്നതാണ് ഉടമ്പടിയുടെ വെളിപ്പാട്. മക്കളുടെ കാര്യവും അപ്പന്റെ കാര്യവും അമ്മമ്മയുടെ കാര്യം അച്ഛന്റെ കാര്യം ജോലിയുടെ കാര്യവും ഒരു കാര്യം നിങ്ങൾ ബാധിക്കുകയല്ലോ. ആമയും പറയാൻ പറ്റിയെങ്കിൽ പറഞ്ഞേ, ഇതൊന്നും ആമയും പറയാൻ പറ്റിയ കാര്യങ്ങളല്ലല്ലോ അല്ലേ? കാരണം നിങ്ങൾക്കൊരു മീഡിയേറ്റർ ഉണ്ട്, നിങ്ങൾക്കൊരു ടെസ്റ്റർ ഉണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അബ്രഹാമിന് യഹോവയാം ദൈവം ഉടമ്പടി ചെയ്തപ്പോൾ ധൈര്യം വരാൻ കാരണം എന്താ? പിളർത്തി വെച്ച മൃഗത്തിന്റെ മടിയിലൂടെ യഹോവയാം ദൈവം നടന്നുപോയപ്പോൾ, തീപ്പന്തമായി കടന്നുപോയപ്പോൾ ഇനി ഒരിക്കൽ പോലും യഹോവയ്ക്ക് വാക്ക് മാറാൻ പറ്റില്ല. ഇതുപോലെ ഒരാൾ പുതിയ ഉടമ്പടി സ്ഥാപിച്ചു. കാൽവരുടെ കുളത്തളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ നാട്ടപ്പെട്ട ക്രൂശിന്മേൽ കടന്നുകൊണ്ട് നമ്മുടെ മഹാപുരോഹിതനായ കർത്താവ് അവൻ കാൽവരിൽ ഉടമ്പടിയായി മരിച്ചു നമുക്ക് വേണ്ടി. ആ മരണത്തിന്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറിയോ? ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോന്ന് എനിക്ക് അറിയുകയില്ല. നിങ്ങളുടെ അകത്ത് യേശുവിന്റെ മരണത്തെ കുറിച്ച് കിടക്കുന്ന വെളിപ്പാട് എന്താ? നല്ലൊരു കൂട്ടം യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നിവർത്തിച്ചത് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനമാണ്. കേൾക്കുന്നുണ്ടോ? നമ്മുടെ അകത്ത് കിടക്കുന്നത് എന്താ അറിയാമോ? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ചിന്ത, നമ്മുടെ എല്ലാവരും പാപങ്ങൾക്ക് പകരമായിട്ടല്ലേ യേശു ക്രിസ്തു മരിച്ചേ? ഹലോ, നമ്മുടെ എല്ലാവരും പാപങ്ങൾക്ക് പകരമായിട്ടല്ലേ യേശു ക്രിസ്തു മരിച്ചത്? ആണല്ലോ. പാപയാഗമായി അകൃത്യയാഗമായി അവൻ മരിച്ചു. ഓക്കെ, പക്ഷെ നമ്മൾ ഈ ഭാഗം മാത്രമേ ധ്യാനിക്കുന്നുള്ളൂ. പക്ഷെ യേശുവിന്റെ മരണം, ആ മരണത്തിന്റെ നിഴലല്ലേ ഇസഹാക്കിന്റെ മരണം. ഇസഹാക്കിന്റെ മരണത്തിന്റെ പൊരുളല്ലേ യേശുവിന്റെ മരണം. അപ്പൊ ഇസഹാക്കിന്റെ മരണം അബ്രഹാം ചെയ്ത പാപത്തിന് പകരമാണോ? ഇസഹാക്കിനെ മോറിയ മലയുടെ മുകളിൽ യാഗമർപ്പിച്ചത് പാപത്തിന്റെ മരണമായിട്ടാണോ അതോ അനുസരണത്തിന്റെ പ്രതിഫലനമായ ഹോമയാഗമായിട്ടാണോ? ആരെങ്കിലും പറ, മൈക്കോർന്നാരെങ്കിലും പറ. അനുസരണത്തിന്റെ. അതെന്തല്ല, എന്ത് മരണമല്ല? അകൃത്യയാഗമല്ല, അത് പാപയാഗമല്ല. ഇസഹാക്കിന്റെ മോറിയ മലയിലെ യാഗമിടം പാപമരണമല്ല, അത് ഹോമയാഗമാണ്. കണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? യേശുവിന്റെ മരണം ഇപ്പോഴും പല ആൾക്കാർക്കും പാപയാഗം മാത്രമാണ്. അവിടെയാണ് പ്രശ്നം. യേശുവിന്റെ മരണം പാപയാഗം മാത്രമല്ല, യേശുവിന്റെ മരണം അകൃത്യയാഗം മാത്രമല്ല, യേശുവിന്റെ മരണം ഹോമയാഗം കൂടിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ മരണം ഉടമ്പടി മരണം കൂടിയാണ്. അതുകൊണ്ടാണ് എഫേസ്യർ ലേഖനം എഴുതിയപ്പോൾ പൗലോസ് എഴുതി വെച്ചത്, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചത് സഭ മുഖാന്തരം വെളിപ്പെട്ടു വരിക. എനിക്കറിയില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് തെളിയുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകും. നിങ്ങൾ ആരൊരാളും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? ഇത് ഞാൻ എൻ്റെ അകത്ത് ഈ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിൽ ഓരോരോ വാക്ക് പറഞ്ഞു വിടുമ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ അതൊന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇപ്പൊ ഹയർ റിലത്തിലുള്ള ഫെയ്ത്ത് ഉള്ളത് കൊണ്ടല്ലേ അബ്രഹാം ഇസഹാക്കിന്റെ കഴുത്തിന് വരെ കത്തിയെടുത്തത്? ആണോ? അപ്പൊ നിങ്ങളുടെ ഫെയ്ത്ത് ഹയർ റിലത്തിലേക്ക് കയറിയാൽ നിങ്ങൾ പിന്നെ മറ്റൊന്നിനെയും ഒന്നും ബാധിക്കാത്തവരായി മാറും. നിങ്ങൾ പറയും ഇസഹാക്ക് യാഗമർപ്പിക്കപ്പെട്ടാൽ, അവൻ കത്തിച്ചാമ്പലായാൽ
വെണ്ണീറിൽ നിന്ന് വാക്തത്വം നിവർത്തിക്കുവാൻ എന്റെ കൊച്ചിനെ ഉയർപ്പിക്കുവാൻ എന്റെ കർത്താവ് കരുത്തുള്ളവനാണ്. ഒരു ആമേൻ പറയാനായിട്ട് ധൈര്യം വരുന്നുണ്ടെങ്കിൽ പറഞ്ഞ കർത്താവിന് മുമ്പിൽ സംഭവിക്കുന്ന തകർച്ചകളോ, മുമ്പിൽ സംഭവിക്കുന്ന വേദനകളോ, മുമ്പിൽ സംഭവിക്കുന്ന ഒരു കാര്യവും നിന്നെ ബാധിക്കാതെ ഒരു ഹയർ റിലത്തിലേക്ക് നീ വിശ്വാസത്തിൽ വളരാൻ തുടങ്ങും. അത് ഉടമ്പടിയുടെ ധൈര്യമാണ്. ഓ റഖാനബ ശഖരാദിനാഥനാഥന. ആ ഫെയ്ത്ത് നിങ്ങളുടെ അകത്ത് വരാൻ തുടങ്ങിയാൽ ഇപ്പോൾ അവന്റെ റിസൾട്ടുകൾ നിങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. ഞാനിത് ചിതറിപ്പോയി കേട്ടോ. ഞാൻ ഈ പറഞ്ഞു വന്നതിൽ നിന്ന് ഇത് പല ഭാഗത്തേക്കും മാറിയും തിരിഞ്ഞൊക്കെ പോയി. പക്ഷെ ഒറ്റ കാര്യം ഉറപ്പാണ്, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരുടെ വിശ്വാസത്തെ വളർത്തുകയാണ്. എനിക്ക് നന്നായിട്ട് അറിയാം, പരിശുദ്ധാത്മാവ് വാടി കുഴഞ്ഞ് പല വിഷയങ്ങളിൽ ഭാരപ്പെട്ട് തളർന്ന് എങ്ങനെ കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരെ ഇന്ന് രാത്രി തൊടുവാൻ നമ്മുടെ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ മാത്രമല്ല, അവൻ പുതിയ നിയമത്തിന്റെ എക്സിക്യൂട്ടറും കൂടിയാണ്. ഓ റബന, ഞാൻ അടുത്ത സെക്ഷൻ എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ ആ ഭാഗം ഒന്നുകൂടി എടുക്കാം. അവൻ നിങ്ങൾക്ക് വേണ്ടി എക്സിക്യൂട്ടറായി നിൽക്കുകയാണ്. എന്താ എക്സിക്യൂട്ടർ? നിർവഹണാധികാരിയായി, നിങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിവർത്തിക്കുന്നവനായി. ഹലോ, കേൾക്കുന്നുണ്ടോ? അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി. ആ മധ്യസ്ഥതയെക്കുറിച്ചും നിയമ നിർവഹണത്തെക്കുറിച്ചുള്ള വെളിപ്പാട് വന്നു കഴിയുമ്പോൾ അവൻ ആ കാര്യങ്ങൾ നിന്റെ അവകാശമാക്കി മാറ്റുക. എവിടെയാണ് നിന്റെ സമ്പത്ത് തടയപ്പെട്ടത്? എവിടെയാണ് നിന്റേതായിരുന്നത്? എവിടെയാണ് തടയപ്പെട്ടത്? അവൻ പുതിയ നിയമത്തിന്റെ എക്സിക്യൂട്ടർ ആകിയാൽ നിന്റേത് നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വാഴാൻ അനുവദിക്കാത്തവൻ. അവനാണ് നിനക്ക് വേണ്ടി എക്സിക്യൂട്ട് ചെയ്യുന്നത്. അവൻ എക്സിക്യൂട്ട് ചെയ്യും. അവനത് നിന്റെ തലമുറയുടെ വിഷയത്തിൽ അവനത് എക്സിക്യൂട്ട് ചെയ്യും. ഓ റബന, നിന്റെ ജോലി കാര്യത്തിൽ അവനത് എക്സിക്യൂട്ട് ചെയ്യും. ഓ റബന, വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. റാഖാന ധരാധിനാഥന, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അത് നിങ്ങളുടെ അകത്ത് വെളിപ്പാടായി തുറക്കുക. അവൻ ടെസ്റ്റേറ്ററാണ്. മരണത്താൽ അവൻ ടെസ്റ്റേറ്ററായി, ഉയർത്തിനാൽ അവനിപ്പോൾ എക്സിക്യൂട്ടറാണ്. അവന്റെ മേൽ അത് വെളിപ്പെടുത്തുകയാണ്. റാഖാനാഥന, പല വിഷയങ്ങൾക്ക് വേണ്ടി പലതവണ പ്രാർത്ഥിച്ച് വ്യാകുലപ്പെട്ട് തളർന്നിരിക്കുന്നവർ ഇന്ന് രാത്രി ഉറപ്പിക്കപ്പെടുക. അവൻ മധ്യസ്ഥൻ മാത്രമല്ല, അവൻ എക്സിക്യൂട്ടർ കൂടിയാണ്. അവൻ എക്സിക്യൂട്ടർ മാത്രമല്ല, അവൻ മഹാപുരോഹിതനാണ്. അവനാണ് ഉത്തരവാദിത്വം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അവന് ഉത്തരവാദിത്വമുണ്ട്. ഓ നിങ്ങൾക്ക് അങ്ങനെ ഒരു വെളിപ്പാട് വന്നിട്ടുണ്ടോ നിങ്ങളുടെ അകത്ത്? നിങ്ങളുടെ ജീവിതം അവന്റെ കയ്യിൽ ഉത്തരവാദിത്വം. നമ്മൾ പറയില്ലേ, ആ അമ്മയ്ക്ക് ആ അപ്പൻ ഭയങ്കര ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? ഓ, അങ്ങേര് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യന്. നമ്മൾ ചിലരെ കുറിച്ച് പറയാം, ആ അമ്മ ഭയങ്കര മിണ്ടുന്നേ. കേട്ടില്ലേ നിങ്ങൾ? അങ്ങനെ കേട്ടില്ലേ? ഓ, നിങ്ങൾ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? ആ നാടിന്റെ കുഴപ്പമാണ്. ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ പറയാറുണ്ട്, ഒരാള് കാര്യങ്ങൾ നന്നായി ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? ആ കൊച്ചിന്റെ അപ്പൻ നല്ല, അല്ലെ അങ്ങേര് ഭയങ്കര ഉത്തരവാദിത്വമുള്ള ആളാണ്. കേട്ടില്ലേ നിങ്ങൾ? അങ്ങനെ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ ഭർത്താവിനേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, അപ്പനേക്കാൾ, അമ്മയേക്കാൾ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ടെസ്റ്റേറ്ററായ അവൻ നിന്റെ ഉത്തരവാദിത്വം അങ്ങനെ തന്നെ കൈയ്യട്ടിരിക്കുക. അവന്റെ കൈക്കകത്ത് നിന്റെ ഭാവിയും നിന്റെ ജീവിതവും നിന്റെ നിത്യതയും ഗ്യാരണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. സമയം നമ്മുടെ മുമ്പിൽ ഓടിപ്പോയി. ഞാനൊന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പുണ്ട് നിങ്ങളുടെ അകത്ത് ഫെയ്ത്ത് വളരുമെന്ന്? ഫെയ്ത്ത് വളർന്നാൽ ഫെയ്ത്തിനകത്തൊരു സ്പിരിറ്റ് നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഇപ്പം ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. പകർച്ച ഉണ്ടാകുമോ? പകർച്ച ഉണ്ടാവില്ലേ? അഭിഷേകം മടക്കില്ലേ? അഭിഷേകം ദൈവമാണ് ചെയ്യുന്നത്. പകർച്ച വെളിപ്പെടും കേട്ടോ. പകർച്ച ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രിയിൽ, ന്യൂ കവനന്റ് മിനിസ്ട്രിയിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച മടക്കും. അത് ഏലിയാവിൽ നിന്ന് ഏലീശയിലേക്ക് മാത്രമല്ല, മോശയിൽ നിന്ന് യോശുവിലേക്ക് മാത്രമല്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ന്യൂ ടെസ്റ്റ്മെന്റിൽ പഴയ നിയമ അപ്പോസ്തലന്മാരിൽ കൂടെ അതായത് യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാരിൽ കൂടെ മാത്രമല്ല, ഈ യുഗത്തിലും അത് മാറ്റമിരിക്കും. അത് ഏത് ഇക്കാച്ചം പറഞ്ഞാലും നടക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ തലയും കുത്തിരുന്ന് പറയാം. അത് ആളുടെ മിനിസ്ട്രിയിൽ ആൾ കണ്ടിട്ടില്ല, ആൾക്കത് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ഇന്ന് കേട്ടത് ഈ വേണ്ടാത്ത ഒന്നും കേൾക്കരുത് കേട്ടോ.
ആവശ്യമില്ലാത്ത ഒന്നും കേട്ട് നിങ്ങളുടെ അകത്തേക്ക് പകരുന്ന പകർച്ചയെ കളയരുത്. എന്നാൽ എന്താ പറയുക, വ്യവസ്ഥ വിട്ടിട്ട് ഇത് പകരൂല്ല. ഓക്കെ, ഞാൻ പറയാൻ വന്നത് കിങ്ഡം ആയിരുന്നു, പക്ഷെ അവിടേക്ക് നമ്മൾ എത്തിയില്ല. നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് അത് ഭാഗം പറയാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഫെയ്ത്ത് വളരാനായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ 9:22 നമ്മൾ ഒരു 5-6 മിനിറ്റ് സമയം, 9:30 വരെ നമ്മുടെ മീറ്റിംഗ് ഉള്ളത്, 5-6 മിനിറ്റ് സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഫെയ്ത്ത് വളരുന്നത്, നിങ്ങൾ പറയില്ല, ആൾക്കാർ പറയും എനിക്ക് ഭയങ്കര വിശ്വാസം എന്ന് പറയില്ല. നിങ്ങൾ കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വിശ്വസിക്കുക പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ആൾക്കാർ? ഇല്ലേ? വിശ്വസിച്ച് അത്ഭുതം നടക്കും പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ. അപ്പൊ നിങ്ങളത് കൈയടിച്ചിട്ടില്ലേ? ഹലോ, നിങ്ങൾ രണ്ട് അന്യഭാഷ പറഞ്ഞിട്ടില്ലേ? വിശ്വസിച്ച് അത്ഭുതം നടക്കുന്നു, അത് നടന്നിട്ടുണ്ടോ? ചകരൻ കോൺക്രീറ്റ്. കാരണം എന്താ? നമ്മൾ വിശ്വസിച്ചെന്ന് പറഞ്ഞത് ആ പാസ്റ്റർക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? ആ പാസ്റ്റർക്ക് നിങ്ങളൊന്ന് കൈയടിച്ചാൽ മതിയായിരുന്നു, ആ മീറ്റിംഗ് ഒന്ന് നന്നായാൽ മതിയായിരുന്നു. കേൾക്കുന്നുണ്ടോ? വിശ്വാസം എന്ന് പറയുന്നത് എന്തോ നോക്കി അന്ധമായ ചിന്തകളാൽ ഉണ്ടാക്കുന്ന ഒരു പ്രതികരണമല്ല. വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള പരിജ്ഞാനമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവത്തിലുള്ള പരിജ്ഞാനമാണ് വിശ്വാസത്തിന്റെ അടയാളം. ഞങ്ങളുടെ ചർച്ചില്, നമ്മുടെ തൃശ്ശൂർ ചർച്ചില് ഒരു സീസണിൽ കണ്ടമാനം പെമ്പിള്ളേരായിരുന്നു. കണ്ടമാനം പെമ്പിള്ളേര്. എനിക്ക് തോന്നുന്നു ഒരു 10-15, ലിൻസി എത്ര ഉണ്ടായിരുന്നു? ലിൻസി ഒരു 10-15 പെമ്പിള്ളേർ, ഒരേ പ്രായമുള്ള പെമ്പിള്ളേരായിരുന്നു. ഈ ഏത് പെമ്പിള്ളേരെ അവരെ മാതാപിതാക്കളെ എന്റെ കൂടെ പറഞ്ഞു വിടും. എവിടേക്ക് വേണല്ലോ ഒറ്റയ്ക്ക് പറഞ്ഞു വിടും അവര്. ഈ ഏത് പെമ്പിള്ളേര്, ഞാൻ ഉറപ്പോടെ പറയാം, നിങ്ങൾ ഇവിടെ തൃശ്ശൂർ വരുന്നവരെ നിങ്ങൾ ചോദിച്ചു നോക്കി, ഏത് പെമ്പിള്ളേരെ വേണം എന്റെ കൂടെ അവർ പറഞ്ഞു വിടും. എവിടേക്ക് വേണം ഒറ്റയ്ക്ക് പറഞ്ഞു വിടും. എന്റെ കൂടെ ഒറ്റയ്ക്ക് കാറി പറഞ്ഞു വിടും. കാരണം ഒരു കാലഘട്ടം കൊണ്ട് എന്റെ കൂടെ നിന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ അകത്ത് സംസാരിച്ച് ഇവരുടെ അകത്തൊരു ഗ്യാരണ്ടി വന്നു, ഇവരുടെ അകത്തൊരു ഒരു ബോധ്യം വന്നു, ഈ ആൾ ഇന്നയാളാണ്. കേൾക്കുമ്പോണ്ടോ? നിങ്ങളുടെ അകത്ത് ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ദൈവത്തോട് കൂടെ നടക്കുമ്പോ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന ഒരു പരിജ്ഞാനമുണ്ട്. ആ പരിജ്ഞാന പ്രകാരം നിങ്ങൾക്ക് ദൈവം ആരാണ് നമ്മളൊരു ഉറപ്പ് നിങ്ങളുടെ അകത്ത് വരും. അതാണ് വിശ്വാസം. അല്ലാണ്ട് ചാക്കോച്ചനെ കർത്താവ് വിടിവിച്ചു എന്നെ വിടിവിക്കും, അന്യാളെ അതല്ല. നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്താ? നിങ്ങളകത്ത് നിങ്ങൾ ദൈവശബ്ദം കേട്ടോ, നിങ്ങൾ ബൈബിൾ വായിച്ചോ, ബൈബിളിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചോ, ആ സംസാരിച്ചെങ്കിൽ ആ ദൈവം നിങ്ങളോട് ഇടപെടാൻ തുടങ്ങുക. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവാത്മാവിനാൽ നിങ്ങളുടെ അവസ്ഥകളിലൂടെ നടത്തി ദൈവിക പരിജ്ഞാനത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ അവൻ വളർത്തും. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്. രാമ്യം പറ കർത്താവിന്. ശക്തിയോടെ കരമുയർത്തി രാമ്യം പറഞ്ഞ കർത്താവിന്. ആ വിശ്വാസത്തിന്റെ പ്രത്യേകത അത് റിസൾട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒന്ന് നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ വളർത്താൻ വേണ്ടി യേശു ക്രിസ്തു കാൽവറിയിൽ ഉടമ്പടിയുടെ മരണമായി മരിച്ചത് കാണാൻ നിങ്ങളുടെ കണ്ണൊന്ന് തുറക്കുന്നുണ്ടോ? ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. യേശുവിന്റെ കാൽവറി മരണം അത് പാപമരണം മാത്രമല്ലായിരുന്നു, അവ യാഗമരണം മാത്രമല്ലായിരുന്നു, അവന്റെ മരണം ഉടമ്പടി മരണമായിരുന്നു. അതുകൊണ്ട് എന്റെ ജീവിതം സുരക്ഷിതമാണെന്ന് പറ. ആരെല്ലാം നിന്നെ നോക്കി, ആരെല്ലാം നിന്റെ കുടുംബത്തെ നോക്കി ഗതി പിടിക്കില്ലെന്നും ശരിയാവില്ലെന്നും തകരുകയുള്ളെന്നും മുടികയുള്ളെന്നും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെ മുടിയാനുള്ളവനല്ല, ഞാൻ അങ്ങനെ തകരാനുള്ളവനല്ല. എനിക്ക് എതിരെ വരുന്ന ശത്രു ഒരു വഴിയായി വന്നാൽ അവനെ 7 വഴിയായി ഓടിക്കുന്ന ഒരു അനുഗ്രഹം എന്റെ മേലുണ്ട്. ഒന്ന് കരം പറ്റിയവൻ ആമേൻ പറയാമെങ്കിൽ പറഞ്ഞോ, ഒന്ന് കരം പറ്റിയവൻ ആമേൻ പറയാമെങ്കിൽ പറഞ്ഞോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് അവനെ റിലീസ് ചെയ്യാൻ തുടങ്ങും. ഒന്ന് കരമടിച്ച് ഒന്ന് കരം തട്ടി അന്യഭാഷ പറഞ്ഞു. അവൻ എന്നെ വിളിച്ചത് അവൻ എന്നെ അനുഗ്രഹിക്കാനാണ്, എന്നെ അവനോളം വളർത്താനാണ്, എന്റെ വിശ്വാസത്തെ വളർത്താനാണ്. ഞാൻ ഇനി അനാഥരല്ല, ഞാൻ ഇനി തകർന്നവളല്ല, ഞാൻ ഇനി ഉടഞ്ഞ മനസ്സിനകത്ത് അടിഞ്ഞു കിടക്കുന്ന വേദനകളെ, മനസ്സിനകത്ത് അടിഞ്ഞു കിടക്കുന്ന ഭാരങ്ങളെ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും, എത്രയൊക്കെ ഉപവസിച്ചിട്ടോ, എത്രയൊക്കെ ദൈവദിനം ധ്യാനിച്ചിട്ടോ, എത്രയെത്ര മെസ്സേജുകൾ കേട്ടിട്ടോ അകത്ത് ധൈര്യം വരാതെ, അകത്ത് തളർച്ചകൾ ഉണ്ടാകുന്ന സകലവരെയും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കരിച്ചു മാറ്റുകയാണ്. എനിക്ക് കാണാം കരിമ്പടം പോലെ കറുത്ത മൂടുപടങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരിൽ നിന്നൊക്കെയോ എടുത്തു മാറ്റുകയാണ്. മനസ്സിനകത്ത് വലിയ ഡിവൈൻ ഓപ്പറേഷൻ പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. ഒന്ന് എന്റെ ഭാഷ പ്രാർത്ഥിച്ചോ. ഇപ്പോൾ അത് തുറക്കട്ടെ, ഇപ്പോൾ അത് തുറക്കട്ടെ, ഇപ്പോൾ അത് ഓപ്പൺ ആകട്ടെ. ഇത് തുറക്കുന്നോറും നിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി തുറക്കും. ഇത് തുറക്കുന്നോറും നിന്റെ മേൽ ആത്മ സാന്നിധ്യം ഇറങ്ങി വരും. ഇത് തുറക്കുന്നോറും നിന്റെ മേൽ ദൈവിക തീ ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവേ ഈ രാത്രി അവ ചെയ്യുന്നവനായ സ്തോത്രം. പരിശുദ്ധാത്മാവേ ഈ രാത്രി അങ്ങ് തുറക്കുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുകയാണ്. കണ്ണ് നമുക്ക് ദിവസം അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തോ പരിശുദ്ധാത്മാവ് ഞാൻ ചിന്തിച്ച വഴിയിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ തലത്തിലൂടെ കൊണ്ടുപോവുകയായിരുന്നു. എന്റെ അകത്ത് അങ്ങനെ തന്നെ ദൈവാത്മ പറയുന്നു. പല വ്യക്തികളുടെ ഹൃദയത്തിനകത്ത് ആഴമായ വേദനകളും ഭാരങ്ങളും മറഞ്ഞിരുന്നത് ശക്തിയോടെ ദൈവാത്മാവിനാൽ പണിയപ്പെട്ടു വന്നതാണ്. എന്നാൽ ഇടയിൽ എവിടെയൊക്കെയോ അതിൽ നിന്ന് അല്പമായ താഴ്ചകൾ സംഭവിച്ച് ഒരു ഗ്രാഫ് പോലെ മുകളിലേക്ക് ഉയർന്നു വന്നത്, ഇടയിൽ ഒരു ഗ്രാഫ് പോലെ താഴേക്ക് താഴ്ന്നു വന്നതിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സ്റ്റഡിയാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ദൈവാത്മാവ് വചനത്തിന്റെ വെളിപ്പാടുകൾ തുറക്കാൻ പോവുകയാണ്. അബ്രഹാമിന്റെ ഫെയ്ത്തിനെ വർദ്ധിപ്പിക്കേണ്ടവന്, അവനോട് ഉടമ്പടി ചെയ്യേണ്ടവന് രാത്രി അവനോട് ദർശനത്തിൽ സംസാരിച്ച ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. എനിക്കറിയാം പ്രത്യേക ചില ഡിവൈൻ ദർശനങ്ങൾ ദൈവാത്മാവ് തുറക്കാൻ പോവുകയാണ്. ഞാൻ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിശ്വസിസ്റ്റർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ള ചിലതിനകത്തുണ്ട്. ചില കുടുംബങ്ങളിൽ ചില പ്രത്യേക ആവശ്യമുള്ളവരുണ്ട്, പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എന്റെ മമ്മച്ചി പ്രാർത്ഥിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റാഖാനാദാന പരിശുദ്ധാത്മാവിനാൽ സുദർശിസ് അങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് നിങ്ങളുടെ മനസ്സിനെ ആഴമായി പണിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷാഖാനാദാന പ്രത്യേക ദൈവിക ഉറപ്പുകൾ നിങ്ങളുടെ അകത്തേക്ക് പകരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷാഖാറ ബാബ ലംതുരാധന ഹൈഷസ്കനാദിരാധന ഓറബൽ ഘടക. ഫെയ്ത്തിലാണ് ആത്മമണ്ഡലം ചലിക്കുന്നത്, ഫെയ്ത്തിലാണ് ആത്മമണ്ഡലം പ്രവർത്തിക്കുന്നത്. ഇരുമനസ്സുള്ളവൻ തന്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകുന്നു. ചഞ്ചലിച്ചു പോകുന്ന, വ്യാകുലപ്പെട്ടു പോകുന്ന, വിഷമിച്ചു പോകുന്ന തലങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അവനെ പണിയുകയാണ്. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫെയ്ത്തിന് കുടുംബത്തിനകത്ത്, വ്യക്തികളുടെ അകത്ത്, തലമുറകളുടെ മേൽ സമസ്ത മേഖലയിലും ശക്തിയെ തുറക്കാനുണ്ട്. ഫെയ്ത്ത് ഒരു താക്കോലാണ്, ഫെയ്ത്ത് ഒരു താക്കോലാണ്, ഫെയ്ത്ത് ഒരു താക്കോലാണ്. മാറ്റിനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫെയ്ത്ത് ഒരു താക്കോലാണ്. ഡിവൈൻ ഓപ്പണിങ്ങുകൾ തുറക്കുന്ന താക്കോലാണ് ഫെയ്ത്ത്. നിന്റെ മനസ്സിനെ ഭാരങ്ങളാൽ നിറയാൻ അനുവദിക്കാതിരിക്കുക. സിസ്റ്റർ മേരി തോമസ് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസ്ലി അമ്മച്ചി, റോസ്ലി ആന്റി ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാഖന തോമസ് മദർ, ഡെൽഫി സിസ്റ്റർ, സിന്ധുദ സിസ്റ്റർ, ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദബോര, റോസ്ലി സിസ്റ്റർ, ബീന ഫിലിപ്പ് സിസ്റ്റർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനത്തെ തലങ്ങൾ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത് ഓപ്പൺ ആകട്ടെ. അന്യ ചിന്തകൾ, അന്യ വിചാരങ്ങൾ, വരുന്ന ശത്രുവിന്റെ വലിപ്പം കണ്ട് മനസ്സിനകത്ത് വിഷമവും ഭാരവും വിതയ്ക്കുന്ന പോരുകളെ ഈ രാത്രി ഞാൻ ശാസിക്കുക. ഒരു ഓപ്പണിംഗ് നടക്കട്ടെ, ഒരു ഓപ്പണിംഗ്. ഒരു ഓപ്പണിംഗ് നടക്കട്ടെ പരിശുദ്ധാത്മാവേ. അഞ്ചു സിസ്റ്റർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബിനകത്തിരിക്കുന്ന മറ്റ് എല്ലാവർക്കും വേണ്ടി, വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനത്തെ തലങ്ങൾ നിങ്ങളുടെ മേൽ തുറക്കാൻ, നിങ്ങളുടെ ഭവനങ്ങളിൽ അതിന്റെ വിടുതലുകൾ ദൈവാത്മാവ് തുറക്കാൻ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. ഈ രാത്രി ഞങ്ങളോട് അങ്ങ് ഇടപെടാൻ തുടങ്ങിയ സ്തോത്രം. ഞങ്ങൾ ദൈവവചനം പഠിക്കാനാണ് തുടങ്ങിയതെങ്കിലും പരിശുദ്ധാത്മാവ് പഠനത്തിനിടയിലൂടെ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഓരോ വ്യക്തിയിൽ അങ്ങ് തൊട്ടവരുടെ വിശ്വാസത്തെ വളർത്തുകയായിരുന്നല്ലോ. കർത്താവേ, അവന്റെ ഹയർ ഇല്ലത്തിലേക്ക് അങ്ങ് ഞങ്ങളെ കൊണ്ടുപോകണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ പണിയണമേ, ഞങ്ങളെ യേശുവിനെ പോലെ ആക്കണമേ. ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ എല്ലാം അങ്ങയെ പോലെയാക്കി ഞങ്ങളുടെ മേൽ അങ്ങ് തുറക്കാൻ ആഗ്രഹിക്കുന്ന സകല ബ്ലെസ്സിങ്ങളും തുറന്നു വരുവാൻ, അത് അനുഭവിക്കാനുള്ള വിശ്വാസത്തെ ഇവരകത്തേക്ക് ഭർത്താവ് തുറക്കാൻ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വപ്നതുല്യമായ ദൈവിക അനുഭവങ്ങൾ അങ്ങ് ഈ കുടുംബങ്ങളുടെ മേൽ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശാരീരികമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, ആശുപത്രി കേസുകളുമായി നിൽക്കുന്നവർ, വൈദ്യശാസ്ത്ര വിധികൾ, പരിശുദ്ധാത്മാവിനെല്ലാം ക്യാൻസൽ ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഹീലിംഗ് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു ഹീലിംഗിന്റെ ആഴങ്ങൾ തുറക്കുന്ന സമയമാണല്ലോ.
അത് ഓരോ വ്യക്തികളും അത് ഓപ്പൺ ആകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ്, ഞാൻ ഇതിനായിട്ട് ഇവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഞാൻ ബ്ലസ് ചെയ്യുന്നു. അതുവരെ കുടുംബത്തിൽ തുറന്നു വരട്ടെ അപ്പ. ഇവരുടെ പ്രാർത്ഥന ജീവിതം മാറട്ടെ, വചന ധ്യാനം മാറട്ടെ. ഇവരെ കർത്താവ് പണിയുന്നതിനായി സ്തോത്രം. കർത്താവ് അനുഭവിച്ച നാളെ രാവിലെ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കൂടി പ്രാർത്ഥിപ്പാനും വീണ്ടും അവന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു വലിയ നദി ഇവരകത്ത് തുറന്നു കൊടുക്കണമേ. എല്ലാ വരൾച്ചകളെയും ഇപ്പോൾ ഞാൻ ശാസിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥനകളുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോട് നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രി ജയമല കർത്താവിനെ ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ രാവിലെ 11 മണിക്ക് ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്ക് സൂമിനകത്ത് പങ്കെടുക്കാവുന്നതാണ്. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഷലോം.